السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി അവൻ്റെ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെടുന്നത് തന്നെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു തആല ഈ ഒരു പ്രവർത്തനം നമ്മുടെ സ്വർഗപ്രവേശനം എളുപ്പമുള്ളതാക്കി അതിനുള്ളൊരു കാരണമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു വാഗ്ദാനം ചെയ്ത ഇൽമിൻ്റെ മജ്ലിസിന് വാഗ്ദാനം ചെയ്ത മുഴുവൻ പ്രതിഫലങ്ങളും അള്ളാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഷാഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായിട്ട് റബീഅ് ബിൻ സുലൈമാൻ അൽ മുറാദി റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. അദ്ദേഹം പറയാണ്, ഇമാം ഷാഫി, ലൈസ ബഅദ അദാഇൽ ഫറായിദ് ഷൈഉൻ അഫ്ളലു മിൻ തലബിൽ ഇൽം. ഫർള് നിസ്കാരം അല്ലെങ്കിൽ ഫർളായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച് തന്ന കർമ്മങ്ങൾക്ക് ശേഷം തലബുൽ ഇൽമിനേക്കാൾ, ദീനി വിജ്ഞാനം നേടുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒന്നുമില്ല. ഓരോ മനുഷ്യനും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ അമലുകളുണ്ടല്ലോ. 5 നേരത്തെ നിസ്കാരം, ആഴ്ചയിൽ ജുമുഅ, അതേപോലെ തന്നെ റമളാൻ, സക്കാത്ത്, ഹജ്ജ്, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കർമ്മങ്ങൾ മാറ്റി നിർത്തിയാൽ തലബുൽ ഇൽമിനേക്കാളും അഫ്ളലായി ഒരു അമലുമില്ല എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്വശരീരവും സമ്പത്തും ഒക്കെ ചെലവാക്കി ആളുകൾ യുദ്ധം ചെയ്യാൻ പോകാറുണ്ട്, അതും വരികയില്ലേ? ഖാല വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ശ്രേഷ്ഠകരമായ അമലാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി മാറിയിരിക്കുക എന്ന് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല പറയാൻ. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, മാ അഫ്ളലുൽ അമാൽ, അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു. ഇത് ഫർളുകൾക്ക് ശേഷമുള്ള കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, തലബുൽ ഇൽം ലിമൻ സഹഹത് നിയതുഹു, ദീനി വിജ്ഞാനം നേടുക എന്നുള്ളതാണ്. എന്നാൽ ഒരുവൻ അവന്റെ നീയത്ത് നന്നാക്കിയിരിക്കണം എന്ന് അദ്ദേഹം ഒരു ഷർത്ത് കൂടി അവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ഷൈഇൻ തസിഹ നിയ, നീയത്ത് നന്നാക്കാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, യൻവി യതവാദഉ ഫീഹി വയൻഫി അൻഹു അൽ ജഹൽ, അവൻ വിനയം കാണിക്കണം. അറിവ് നേടുന്നത് ആരുടെങ്കിലും മേലെ കിബ്ർ കാണിക്കാനല്ല, അഹങ്കാരത്തിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെക്കാളും കേമനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാകാൻ പാടില്ല, ആളുകളോട് തർക്കിക്കാൻ, അതിനല്ല ഇൽമ് നേടുന്നത്. അതേപോലെ തന്നെ അവൻ ഉദ്ദേശിക്കേണ്ടത്, നിയത്താക്കേണ്ട കാര്യം എന്താണ്? എന്നിലുള്ള ജഹലിനെ ഉയർത്തുക എന്നുള്ളതാണ്. കാരണം മനുഷ്യന്റെ പ്രകൃതം, അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അവൻ അറിവില്ലാത്തവനാണ് എന്നുള്ളതാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പലരും അത് തിരിച്ചറിയാറില്ല. അങ്ങനെ എല്ലാ അറിവുകളും ഉണ്ടായിരിക്കും, നമുക്കെല്ലാം അറിയുന്നവരാണ് എന്ന ധാരണയിലായിരിക്കും ഉണ്ടാവുക. അല്ല, മനുഷ്യന്റെ അടിസ്ഥാനം അവൻ ജനിച്ചു വീഴുന്നത് ഒന്നും അറിയാത്തവനായിക്കൊണ്ടാണ്. അവൻ ചുറ്റുപാടുകളിൽ നിന്നും പഠിച്ച് മാത്രമാണ് അവന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് ഫضലുള്ള ഇൽമിന്റെ ചില ശ്രേഷ്ഠതകൾ ആമുഖമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മുടെ വിഷയം നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ തൗഹീദിന്റെയും സുന്നത്തിൻ്റെയും അർത്ഥവും അതിൻ്റെ വിവക്ഷയും അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. അപ്പോൾ ആ വിഷയങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ കർമ്മങ്ങളിൽ, അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ ഏറ്റവും നിർബന്ധമായ കാര്യം ഒരാൾക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് അർത്ഥശങ്ക ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണിത് തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ
ഏകനാക്കുക എന്നുള്ള കാര്യം. ഈ വാക്ക് തൗഹീദ് എന്ന് പറയുന്ന വാക്ക് ഒരു അറബി വാക്കാണ്. നമുക്കറിയാം തൗഹീദ് എന്ന് പറയുന്നത് ഒരു അറബി വാക്കാണ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അറബി ഭാഷയിൽ വഹദ എന്ന് പറഞ്ഞാൽ ഏകനാക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകനാക്കൽ എന്നാണ്. എന്തിനാണ് ഏകനാക്കേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാർ അതിനൊരു നിർവചനം, എളുപ്പമുള്ള ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. ഇഫ്രാദുല്ലാഹി തആല ബിമാ യഖ്തസ്സു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിട്ടുള്ള കാര്യത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണ്. അള്ളാഹുക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള വിശേഷണങ്ങളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രമായ അവന്റെ നാമവിശേഷ ഗുണങ്ങളുണ്ട്. അത് മറ്റൊരാൾക്കും നമ്മൾ പങ്കുവെക്കാതിരിക്കുക എന്നാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണമാണ് അള്ളാഹു അസ്സമീഅ്. എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന് കേൾക്കാൻ ഒരു പരിധിയില്ല. മനുഷ്യരെ പോലെ ഒരു പരിധിയുണ്ടോ? ഇന്ന വേവ് ലെങ്ത്തിൽ വന്നാലേ കേൾക്കാൻ പറ്റൂ, ഇന്ന രഹസ്യമായി പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല, പരസ്യമായി പറഞ്ഞാലേ കേൾക്കാൻ പറ്റൂ, അങ്ങനെ ഒന്നുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് എല്ലാം കേൾക്കാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും വിളിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കേൾക്കാൻ സാധിക്കും. അവിടെ ഭാഷ ഒരു തടസ്സമല്ല, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ആ ഗതി അതൊന്നും ഒരു തടസ്സമല്ല. അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുക. അവനാണ് സമീഅ്. ഇതിൽ മറ്റൊരാൾക്കും പങ്കു ചേർക്കാൻ പാടില്ല. വേറൊരാളെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വിശേഷണം ഉണ്ട് എന്ന് നമ്മൾ വകവെച്ചു കൊടുക്കാൻ പാടില്ല. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ലോകത്തെവിടെ നിന്നും വിളിച്ചാലും കേൾക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഇല്ല. ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ തൗഹീദ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിഴച്ചു പോയിരിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള കാര്യം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വകവെച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു കാരണം മാത്രം പറഞ്ഞതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പ്രധാനമായും മൂന്നായിട്ട് വേർതിരിക്കാൻ പറ്റും. തൗഹീദിന്റെ 3 ഇനങ്ങൾ എന്ന് പറഞ്ഞ് അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണത്. എന്താണത്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. അത്തൗഹീദുർ റുബൂബിയ്യ, അത്തൗഹീദു അൽ ഉബൂദിയ്യ, അല്ലെങ്കിൽ തൗഹീദുൽ ഇലാഹിയ്യ, അല്ലെങ്കിൽ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഇങ്ങനെ 3ആയിട്ട് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? തൗഹീദിനെ വേർതിരിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് അവർക്ക് അത് കിട്ടിയിട്ടുള്ളത്? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി പറഞ്ഞ അവന്റെ കാര്യങ്ങളെല്ലാം അവർ പരിശോധിച്ചപ്പോൾ അവനെ ഏകനാക്കേണ്ടത് ഈ 3 അടിസ്ഥാനങ്ങളിലാണ് എന്ന് പണ്ഡിതന്മാർ കണ്ടെത്തുകയാണ്. ഈ 3 അടിസ്ഥാനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കേണ്ടതുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യം പറഞ്ഞത് തൗഹീദുർ റുബൂബിയ്യ എന്നുള്ള കാര്യമാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് റബ്ബ് എന്നുള്ളത് ഒരാൾ വിശ്വസിച്ചിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ അവിടെ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബ് എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഒന്ന്, അള്ളാഹുവാണ് എല്ലാത്തിനെയും പടച്ചവൻ. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിനെയും പടച്ചവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇത് വിശ്വസിക്കാത്തവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് റുബൂബിയയിൽ വിശ്വസിച്ചിട്ടില്ല. ലോകത്തിന്റെ ബഹുഭൂരിപക്ഷവും ഈ ലോകത്തിനൊരു റബ്ബുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആണ്. ഈ ലോകത്തിനൊരു റബ്ബുണ്ട്, ഇതിനൊരു നിയന്താവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്തിന്റെ ബഹുഭൂരിപക്ഷവും. പക്ഷേ അതിൽ പങ്കു ചേർക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ഈ ലോകത്തിന്റെ പടപ്പിലും അതിന്റെ നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലും എന്ന അവകാശം വകവെച്ചു കൊടുക്കാതെ മറ്റു പല ദൈവങ്ങളുണ്ട്, മറ്റു പല ദേവന്മാരുമുണ്ട്, ദേവികളുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിനെയും പടച്ചത് എന്ന് പറയുന്ന ഈ കാര്യത്തെ, പരമാർത്ഥത്തെ നിഷേധിക്കുന്നവരുണ്ട്. യുക്തിവാദികളായ ആളുകളെ പോലെയുള്ള ആളുകളുണ്ട്, ഇതിനെല്ലാം നിഷേധിക്കുന്നവർ. ഇതെല്ലാം, ഈ പടപ്പുകളെല്ലാം കണ്ടിട്ടും ഇതെല്ലാം വെറുതെ ഉണ്ടായതാണ് എന്ന് ജൽപ്പിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതെല്ലാം പടച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് ബുദ്ധിയുടെയും ശറഇന്റെയും താല്പര്യമായ ഈ കാര്യത്തെ അംഗീകരിക്കുന്നവനാണ് അള്ളാഹുവിന്റെ തൗഹീദ് റുബൂബിയയിൽ അംഗീകരിച്ചവൻ എന്ന് മനസ്സിലാക്കണം. ഇനി ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട, അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രബോധനത്തിനു വേണ്ടി പറഞ്ഞയച്ച മക്കയിൽ, അതുപോലെ തന്നെ സഹോദരങ്ങൾ അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ ഈ തൗഹീദ് അംഗീകരിക്കുന്നവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് റുബൂബി അംഗീകരിക്കുന്നവരായിരുന്നു. ഇത് മനസ്സിലാക്കുന്നതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമുണ്ട്. ഇത് മനസ്സിലാക്കുന്നതിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഈ ഒരു തൗഹീദ് അവർ അംഗീകരിക്കുന്നവരായിരുന്നു. ഇതിനർത്ഥം ലോകത്തുള്ള എല്ലാ മുശ്രിക്കുകളും തൗഹീദ് റുബൂബി അംഗീകരിക്കുന്നു എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആ സമുദായം, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവർ ഈ തൗഹീദ് അംഗീകരിക്കുന്നവരായിരുന്നു. എവിടെയാണ് അതിനുള്ള തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ പറയുന്നുണ്ട്, വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. നബി അവരോട് ചോദിക്കുക, ആരാണ് ആകാശങ്ങളെ പടച്ചത്, ആരാണ് ഭൂമിയെ പടച്ചത്? ലാ യഖൂലുന്ന അല്ലാഹ്, അവർ പറയും അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയുമായിരുന്നു എന്നാണ്. അതുപോലെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആരാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്, ആരാണ് ജീവിച്ചവരെ മരിപ്പിക്കുന്നത്, മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുന്നത്, ഇതെല്ലാം ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് സഹോദരങ്ങളെ ഈ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അഥവാ അവർ ഈ തൗഹീദ് റുബൂബിയയിൽ അംഗീകരിക്കുന്നവരാണ്. എന്തിനാണ് ഈ പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല റുബൂബിയത്തിൽ മറ്റാരും പങ്കില്ല എന്നൊരാൾ വിശ്വസിക്കണം. അത് തൗഹീദിന്റെ അടിസ്ഥാനമാണ്. രണ്ടാമത്തെ അടിസ്ഥാനം, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കി ആരാധനകൾ മുഴുവനും അവനു മാത്രം സമർപ്പിക്കണം. അവനാണ് തൗഹീദു അൽ ഉലൂഹിയ എന്ന് പറയുന്ന അല്ലാഹു ആരാധനയിലുള്ള തൗഹീദ്, അത് സാക്ഷാത്കരിച്ചവൻ, അതിന്റെ അടിസ്ഥാനം പൂർത്തീകരിച്ചവൻ അവൻ മാത്രമാണ്. അത് നമ്മുടെ മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമായിരിക്കണം. നമ്മൾ ഏത് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാകുന്നത് പോലെ, നമ്മുടെ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം എടുത്തതുപോലെ, നമ്മൾ സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ച് നൽകുന്നത് പോലെ, ഹജ്ജിന് പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതിഫലം പ്രതീക്ഷിച്ച് മാത്രം പോകുന്നത് പോലെ, നമ്മുടെ പ്രാർത്ഥനകളും സഹായതട്ടങ്ങളും മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമായിരിക്കണം. അതിൽ മറ്റൊരാൾക്കും പങ്കു ചേർക്കാൻ പാടില്ല. ഇതാണ് തൗഹീദുൽ ഉലൂഹിയ എന്ന് പറയുന്ന തൗഹീദ്. സഹോദരങ്ങളെ, അമ്പിയാക്കളും അവരുടെ ജനവും അവർ അഭിസംബോധന ചെയ്ത ജനങ്ങളുമെല്ലാം തന്നെ അഭിപ്രായ വ്യത്യാസത്തിലായത്, അല്ലെങ്കിൽ അവർക്ക് കാര്യമായിട്ട് ദഅവത്ത് നടത്തേണ്ടി വന്നത് ഈ ഒരു വിഷയം പറയാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. എല്ലാ സമുദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കളെ നിയോഗിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യം, അനിഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. നിങ്ങൾ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിന് മാത്രമാക്കണേ, അതിന് പുറമെ മറ്റൊരാൾക്കും നിങ്ങൾ നൽകാൻ പാടില്ല, നിങ്ങൾ അതിനെല്ലാം നിഷേധിക്കണം. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ദുർമൂർത്തികളെയും നിങ്ങൾ നിഷേധിച്ച് തള്ളേണ്ടതുണ്ട് എന്ന് എല്ലാ അമ്പിയാക്കളും പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതിനർത്ഥം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കാരണം അമ്പിയാക്കൾ നിയോഗിക്കപ്പെട്ട ജനവിഭാഗം ബഹുഭൂരിപക്ഷവും അള്ളാഹു സുബ്ഹാനഹു വതആല അംഗീകരിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഇബാദത്തിൽ അവർ പങ്കു ചേർത്തിരുന്നു. അതാണ് അവരോട് കൽപ്പിച്ചത്. അതിന് അബ്ദുല്ലാഹ്, അള്ളാഹ്ക്ക് മാത്രം നൽകണം നിങ്ങൾ ഇബാദത്ത്. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിങ്ങൾ നിഷേധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, സഹോദരങ്ങൾ, ഇതിൽ ഏത് തൗഹീദാണ് അംഗീകരിക്കാതിരുന്നത്? ഈ രണ്ട് കാര്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഈ രണ്ടാമത്തെ കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട് ഉയർന്ന പ്രദേശങ്ങളിൽ കയറി, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, നിങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ, സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതിരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ആകാശഭൂമികളെ പടച്ചതെന്നും അതിനെ നിയന്ത്രിക്കുന്നതെന്നും എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അവനാണെന്നും അവർ വിശ്വസിച്ചിട്ടും എന്തുകൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ നാവ് കൊണ്ട് പറയാൻ തയ്യാറായില്ല? കാരണം അവർക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അള്ളാഹ്ക്ക് മാത്രം എന്ത് ചെയ്യേണ്ടി വരും? ഇബാദത്ത് ചെയ്യേണ്ടി വരും. അതാണ് അവർ തിരിച്ചു ചോദിച്ചത്, അജഅല അൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഈ പറയുന്ന ആരാധ്യന്മാരൊക്കെ ഒഴിവാക്കിയിട്ട് ലാത്തെ ഉസ്സയൊക്കെ അവരോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവർ അള്ളാഹിനോട് പറഞ്ഞു തരുന്ന ഈ ഒരു സംവിധാനമൊക്കെ നിർത്തിയിട്ട് നേർക്ക് നേരെ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാനാണോ നിങ്ങൾ പറയുന്നത്? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്. നമ്മുടെ കാരണവന്മാർക്ക്, വല്യപ്പന്മാർക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ് താങ്കൾ പറയുന്നത്, ഇത് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ആ കാര്യം തള്ളിക്കളയുകയാണ്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരിക്കലും തന്നെ എല്ലാത്തിന്റെയും സൃഷ്ടാവും പരിപാലകനും അള്ളാഹുവാണ് എന്ന് അംഗീകരിക്കൽ മാത്രമല്ല, മറിച്ച് അങ്ങനെയുള്ള സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായ അള്ളാഹുവിന് മാത്രമേ ഇബാദത്തുകൾ അർപ്പിക്കാവൂ. പ്രാർത്ഥനകളും സഹായതട്ടങ്ങളും ദുആയും ഇസ്തിഗാസയും എല്ലാം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന അടിസ്ഥാനമാണ് തൗഹീദുൽ ഉലൂഹിയ എന്ന് പറയുന്ന കാര്യം. ഇത് രണ്ടാമത്തെ അടിസ്ഥാനമാണ്. മൂന്നാമത്തേതും, സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ വഴിപയച്ചു പോയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാ വസ്സിഫാത്തിന്റെ വിഷയത്തിലുള്ള തൗഹീദ് എന്ന് പറയുന്നത്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനാണ് ഏറ്റവും മനോഹരമായ നാമങ്ങളുള്ളത്. അള്ളാഹുവിന് ധാരാളക്കണക്കിന് നാമങ്ങളുണ്ട്. വലില്ലാഹി തിസ്ഉൻ വതിസ്ഊന ഇസ്മാ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. വമൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരെങ്കിലും അത് പഠിച്ചു മനഃപ്പാടമാക്കി ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു.
ആ 99 പഠിച്ചാൽ തന്നെ അത്രയാണ്. എന്നാൽ അതിനേക്കാൾ ഏറെയുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഇജ്മാ ആണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ എത്രയാണ് എന്നുള്ളത് ഒരാൾക്കും തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അള്ളാഹു അറിയിച്ചത് തന്നെയും 99-ലധികമുണ്ട്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ വിഷയത്തിലുള്ള തൗഹീദ് നമ്മൾ പൂർത്തീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു നാമമുണ്ട് എങ്കിൽ അത് മറ്റൊരാൾക്കും സഹോദരങ്ങളെ ആ നാമം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ലഭിക്കുന്ന ആ നാമം കൊണ്ട് ലഭിക്കുന്ന അതിന്റെ വിശേഷണങ്ങളും ആ നാമവും മറ്റൊരാൾക്കും ഇല്ല, അതിൽ പങ്കില്ല. അള്ളാഹു തആല ആണ് റഹ്മാൻ, അവനാണ് അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവൻ. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അള്ളാഹ് അൽ ഇലാഹ്, എല്ലാത്തിനെയും എല്ലാ ആരാധനക്ക് അർഹനായവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഇത് മറ്റൊരാൾക്കുമില്ല. ഇനി ചില നാമങ്ങളുണ്ട് അടിമകൾക്ക് കൂടി അതിന് യോജിക്കുന്നതായ നാമങ്ങളുണ്ട്. പക്ഷേയും അത് അടിമകൾക്ക് യോജിക്കുന്ന രൂപത്തിൽ മാത്രമുള്ള വിശേഷണങ്ങളാണ് അവർക്ക് ലഭിക്കുക. അർ റഹീം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമമാണ്. എന്നാൽ അടിമകളെയും അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും റഹീം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട തൗഹീദ്, ആ നാമം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമായിട്ടുള്ള കഴിവാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹീമായി തീരുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിന്റെ ഭാഗങ്ങളിൽ ഒന്നു മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാളോടും ഒരു കരുണയും കാണിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഈ 3 അടിസ്ഥാനങ്ങൾ സഹോദരങ്ങളെ, ഇതൊരാൾ പഠിച്ചു മനസ്സിലാക്കുമ്പോഴാണ് തൗഹീദിന്റെ അടിസ്ഥാനം ഒരാൾ മനസ്സിലാക്കുന്നത്. ഇനി തൗഹീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വളരെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രാധാന്യം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് നമ്മുടെ നാടുകളിൽ തൗഹീദിന്റെ പഠനം അത് ഇല്ലാതായി പോയത്. ആളുകൾ തനിച്ച ഷിർക്കിലേക്ക് കൂപ്പുകുത്തിപ്പോയത് ഈ തൗഹീദിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അതിന്റെ ഏതാനും ചില പ്രാധാന്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കേൾപ്പിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം, തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നിർബന്ധമായി നമ്മൾ നൽകിയിരിക്കേണ്ട അവകാശമാണ്. നിർബന്ധമായി നമ്മൾ നൽകിയിരിക്കേണ്ട അവകാശമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെല്ലാം പടച്ച് നമുക്ക് വായുവും വെള്ളവും വെളിച്ചവും നമുക്ക് വേണ്ട സകലതുമൂടെ ഒരുക്കി നൽകിയിട്ടുണ്ട്. അതിന് നിർബന്ധമായി നമ്മൾ കാണിക്കേണ്ട നന്ദിയാണ്, നിർബന്ധമായി നമ്മൾ നൽകിയിരിക്കേണ്ട അവന്റെ അവകാശമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്ന റബ്ബിന് മാത്രം നമ്മൾ ഇബാദത്ത് അർപ്പിക്കുക എന്നുള്ളത്. മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കഴുതയുടെ പുറകിലിരുന്ന് യാത്ര ചെയ്യാൻ, ഉഫൈർ എന്നു പേരുള്ള ഒരു കഴുതയുണ്ട്, അതിന്റെ പുറകിൽ അദ്ദേഹം യാത്ര ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചോദിച്ചു, യാ മുആദ് ഹൽ തദ്രി ഹഖ്ഖല്ലാഹി അലാ ഇബാദിഹി, മുആദേ അള്ളാഹ്ക്ക് അവന്റെ അടിമകളോടുള്ള, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അവന്റെ അടിമകളിൽ നിന്നും ലഭിക്കേണ്ടതായ അവന്റെ അവകാശമുണ്ട്, അതെന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അത് അള്ളാഹ്ക്ക് അടിമകൾ നിർബന്ധമായി നൽകേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക. അല്ല, അതാണ് അതിന്റെ മര്യാദ. നമുക്കൊരു അറിവില്ലെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്താണെങ്കിൽ അള്ളാഹു വറസൂലുഹു അലം എന്ന് പറയാം. എന്നാൽ മരണകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അള്ളാഹു അലം എന്നാണ് പറയേണ്ടത്. അള്ളാഹു അലം എന്നാണ് പറയേണ്ടത്. എന്നിട്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം അൻ യഅ്ബുദൂഹു വല യുശ്രികു ബിഹി ഷൈഅ, അവരെല്ലാവരും ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രം നൽകണം. അവർ അല്ലാഹുവിന് പുറമെ ഒരാൾക്കും ഒരു ഇബാദത്ത് നൽകാൻ പാടില്ല, ഒരാൾക്കും നൽകാൻ പാടില്ല. വല യുശ്രികു ബിഹി ഷൈഅൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖായി പറഞ്ഞത്. അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു കാര്യം ഒരാൾക്കും നൽകാൻ പാടില്ല. പിന്നെ അവിടെ അമ്പിയാക്കളുടെ പ്രസക്തിയില്ല, മലായിക്കത്തുകളുടെ പ്രസക്തിയില്ല, സാലിഹീങ്ങളുടെയോ ശുഹദാക്കളുടെയോ ഒരാളുടെയും പ്രസക്തിയില്ല. കാരണം ഒരു കാര്യം ഇബാദത്താണെങ്കിൽ അത് അള്ളാഹ്ക്ക് മാത്രമേ നൽകാവൂ എന്നാണ് പറയുന്നത്. വലാ യുശ്രികു ബിഹി ഷൈഅ. എന്നിട്ട് പറഞ്ഞു വഹഖൽ ഇബാദി അലല്ലാഹ്, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് അള്ളാഹുവിന്റെ ഔദാര്യമായി നൽകുന്ന ചില അവകാശങ്ങൾ, അടിമകൾക്കൊന്നും അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ നിർബന്ധപൂർവ്വം ലഭിക്കേണ്ട അവകാശങ്ങളൊന്നുമില്ല, നമുക്കത് കിട്ടിയിരിക്കണം എന്ന് അടിമകൾക്ക് പറയാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഔദാര്യമായി അതിനു പകരമായി അടിമകൾക്ക് ഒരു കാര്യം, ഒരു വാഗ്ദാനം അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ. മരിച്ചു പോകുന്നത് വരെ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ടാണ് ഒരാൾ മരിച്ചിട്ടുള്ളത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ശിക്ഷിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സഹോദരങ്ങളെ, ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു 2 രൂപത്തിലാണ് മനുഷ്യർക്ക് ശിക്ഷ ലഭിക്കുക. ഒന്ന്, അവൻ തുടക്കത്തിൽ ശിക്ഷ ലഭിച്ചിട്ട് കാലാകാലം അതിൽ കത്തിയെരിയുന്ന ശിക്ഷയാണ്, നരകത്തിൽ ശാശ്വതരായി തീരുന്ന ശിക്ഷ. അത് ശിർക്കിൽ മരണപ്പെട്ടു പോകുന്ന ആളുകൾക്കാണ്. രണ്ടാമത്തേത്, തുടക്കത്തിൽ ശിക്ഷ ലഭിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ശിക്ഷ, അവൻ ചെയ്ത തിന്മകൾക്കുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത്
ഷിർക്ക് ചെയ്തവന് കാലാകാലത്തെ ശിക്ഷയായിരിക്കും, അല്ലെങ്കിൽ എന്നെന്നും ശിക്ഷ ലഭിക്കുക എന്ന് പറയുന്നത് തൗഹീദിൽ മരണപ്പെടുന്ന ഒരാൾക്കും ഉണ്ടാവുകയില്ല. ഒരാൾ തൗഹീദിലാണോ മരണപ്പെട്ടു പോകുന്നത്, എന്നെന്നും ശിക്ഷ ലഭിക്കുക എന്ന് പറയുന്ന ശിക്ഷ അവനുണ്ടാവുകയില്ല. അവന്റെ തിന്മകൾക്കുള്ള ശിക്ഷ കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പുറത്തു വരും, അല്ലെങ്കിൽ അള്ളാഹു തആല അവന്റെ തിന്മ അത് അള്ളാഹു മാപ്പാക്കി നൽകുന്നതാണ്. ഇതാണ് തൗഹീദിന്റെ ഫضലാണത്. ഇത് അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശമാണ് എന്നുള്ളതോടൊപ്പം തന്നെ തൗഹീദിന്റെ ശ്രേഷ്ഠതയാണത്. തൗഹീദ് ഇല്ലാത്ത ആളുകൾക്ക് ഇത് ലഭിക്കുന്നില്ല. തൗഹീദ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നൽകിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് അവകാശങ്ങൾ അവന്റെ അടിമകൾക്ക് വകവെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് നമ്മളവിടെ അവകാശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അയൽവാസിക്ക് അവകാശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, വലിയവർക്ക് അവകാശം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ അവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, ഇവരനുസരിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് അള്ളാന്റെ അവകാശത്തെ അതിനെ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ അതിന് കോട്ടം വരുത്തുന്ന ഒരു അവകാശമാണെങ്കിൽ, കോട്ടം വരുത്തുന്ന ഒരു കാര്യമാണെങ്കിൽ, അതിന് വിരുദ്ധമായി വരുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നാൽ ആ അവകാശങ്ങളെ തള്ളിക്കളയണം എന്നാണ് പറഞ്ഞത്. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണം, നല്ല രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണം. പക്ഷെ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട അവകാശത്തിൽ നിന്നും നിന്നെ തെറ്റിച്ച് കളയാൻ മാതാപിതാക്കൾ നിന്നെ നിർബന്ധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു അത് അനുസരിക്കാൻ പാടില്ല. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. നിന്റെ മാതാപിതാക്കൾ ഒരറിവുമില്ലാതെ വല്ലതിനെയും പങ്കു ചേർക്കണമെന്ന് നിന്നോട് പറഞ്ഞാൽ, അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കണം, സഹായം തരണം എന്ന് പറഞ്ഞാൽ, അയ്യോ മാതാപിതാക്കളോട് നമ്മൾ അവകാശം കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പാടില്ല. അല്ല, അത് അവരോടുള്ള അദബ് കേടായി പോകും, അല്ലെങ്കിൽ അവരോടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മര്യാദ കേടാണ് എന്ന് നീ ചിന്തിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഫലാ തുതിഉഹുമാ, അവരെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കാൻ പാടില്ല. പക്ഷെ ഫസാഹിബുഹുമാ ഫിദ് ദുനിയ മഅറൂഫ, മാതാപിതാക്കളുടെ ദുനിയാവിൽ മാന്യമായി പെരുമാറണം എന്ന് പറയാൻ. സഹോദരങ്ങളെ, ഇത് മാതാപിതാക്കൾ കൊടുക്കേണ്ട അവകാശമാണ്. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിനോട് ചില അവകാശങ്ങളുണ്ടല്ലോ, ശരീരത്തിന്റെ താല്പര്യം നമുക്കുണ്ട്. ആ ശരീരം പോലും തൗഹീദിന്റെ മുന്നിൽ നമുക്ക് നിസ്സാരമായിരിക്കണം. അത് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ലാ തുശ്രികു ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ ഒന്നിലും നീ പങ്കു ചേർക്കാൻ പാടില്ല. വഇൻ ഖുത്തിഅത വഹുരിക്ത, നീ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ നീ ഛേദിക്കപ്പെട്ടാലും ശരി, നിന്നെ ആളുകൾ പച്ചക്ക് കത്തിച്ചു കളഞ്ഞാലും ശരി, നീ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇവിടെ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഖൽബ് കൊണ്ട് ഒരിക്കലും നമ്മുടെ ശിർക്ക് ചെയ്യാൻ പാടില്ല. ഖൽബ് കൊണ്ട് ഒരിക്കലും ശിർക്ക് ചെയ്യാൻ പാടില്ല. എന്നാൽ നിർബന്ധിക്കപ്പെട്ട സാഹചര്യത്തിൽ നാവ് കൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ജീവരക്ഷയ്ക്ക് വേണ്ടി കുഫറിന്റെ വാചകം പറഞ്ഞാൽ അവിടെ രക്ഷപ്പെടാം. പക്ഷെ നിന്റെ ഖൽബ് കൊണ്ടുള്ള ഒരു ശിർക്ക് നിന്നെ ഒരിക്കലും നിനക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അതുകൊണ്ട് സഹോദരങ്ങളെ, കാലാകാലം നരകമായിരിക്കും അവന് ലഭിക്കുക, കാലാകാലം നരകമായിരിക്കും അവന് ലഭിക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം ആരാധിക്കും, അവന് പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അവകാശം. ആ അവകാശം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നാം നൽകിയാൽ അതിന്റെ പ്രതിഫലമായി റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ഔദാര്യമാണ് അവൻ കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരാൾക്ക് അവൻ നൽകുകയില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് സ്വർഗ്ഗം നിഷിദ്ധമാക്കും. ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കു ചേർക്കുന്നത്, അവന് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം നിഷിദ്ധമായി പോകും. വമഅവാഹു അന്നാർ, അവന്റെ സങ്കേതം നരകമായി പോകും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ അവകാശം വലിയൊരു അവകാശമാണ്. ആളുകൾക്ക് പല അവകാശങ്ങളും അറിയാം, പല ആളുകളുടെ അവകാശവും അറിയാം. പക്ഷേ അവനെ പടച്ച് നിയന്ത്രിക്കുന്ന, അവന് സകല കാര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അവകാശത്തെക്കുറിച്ച് ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് അറിയില്ല എന്നുള്ളതാണ്. അതുപോലെ തൗഹീദിന് ഈമാനുമായിട്ടുള്ള ബന്ധമുണ്ട്. ആളുകളൊക്കെ പറയും ഈമാൻ കിട്ടി മരിക്കണം എന്ന് എല്ലാവരും പറയാറുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആഗ്രഹിക്കാത്ത ആരുമില്ല, എല്ലാവരുടെയും അർത്ഥാണ് ഈമാൻ കിട്ടി മരിക്കണം എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, ഈമാൻ ഇല്ലാതെ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വസ്തുത കൊണ്ടാണ് ആളുകൾ അതൊക്കെ പ്രാർത്ഥിക്കുന്നത്. അല്ലെ, ഈമാൻ കെട്ടി മരിക്കണം, ഈമാൻ ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൻ നാറ മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. ഈമാനിന്റെ ഒരു കടുകുമണിയെങ്കിലും ഉണ്ടെങ്കിൽ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. ഈമാനിന്റെ ഒരു കടുകുമണി, അത്ര ചെറിയൊരു ഈമാനെങ്കിലും ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ ഈമാൻ എന്ന് പറയുന്നത് നമുക്ക് നരകത്തെ നിഷിദ്ധമാക്കുന്ന, അഥവാ എന്നൊന്നും നരകത്തിൽ കഴിയേണ്ടി വരിക എന്ന കാര്യത്തെ നിഷിദ്ധമാക്കുന്ന, സ്വർഗം ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈമാൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ആളുകളൊക്കെ ഈമാൻ കെട്ടി മരിക്കണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആ ഈമാൻ ഒരു കടുകുമണിയെങ്കിലും അത്രയെങ്കിലും ഉണ്ടാകേണ്ട ഈമാനിന്റെ ആദ്യത്തെ അടിസ്ഥാനപരമായ ആ കാര്യം എന്താണെന്ന് പലർക്കും അറിയില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാൻ കെട്ടി മരിച്ചാൽ നീ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ഈമാനാണ് നിനക്ക് ഉണ്ടായിരിക്കേണ്ടത്?
ആ ഈമാനിന്റെ അടിസ്ഥാനം എന്താണ്, അതിന്റെ ഉസൂലുകൾ എന്താണ്, പലർക്കും അറിയാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തരമായി അവിടുന്ന് പഠിപ്പിച്ച ഹദീസു ജിബ്രീൽ എന്ന പേരിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്വഹാബികൾക്ക് ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി വന്ന സദസ്സിൽ ഈമാനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നുണ്ട്. ജിബ്രീൽ ചോദിക്കുകയാണ്, ഈമാൻ എന്താണെന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ആദ്യം അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. വമലായികതിഹി വകുതുബിഹി വറസൂലിഹി വൽ യൗമിൽ ആഖിർ. അതുപോലെ അള്ളാഹുവിന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും ഒരാൾ വിശ്വസിക്കണം. വതുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വശർരി. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദർ അനുസരിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിന്റെ പക്കലാണ് എന്നുള്ളത് ഒരാൾ വിശ്വസിച്ചിരിക്കണം. ഇതിന്റെ അടിസ്ഥാനം അസ്ലുൽ ഉസൂൽ എന്ന് പറയുന്നത് അൽ ഈമാനു ബില്ലാ എന്നാണ്. നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ബാക്കിയെല്ലാം മലായികത്തിഹി, അവന്റെ മലക്കുകളിൽ അള്ളാഹുവിന്റെ വിശ്വാസത്തിലേക്ക് ചേർത്തിയാണ് പറയുന്നത്. കാരണം അള്ളാഹുവിന്റെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ മലക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. അതുപോലെ അമ്പിയാക്കളിൽ വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. ഖുർആനിൽ വിശ്വസിച്ചതുകൊണ്ട് കാര്യമില്ല. അന്ത്യദിനം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. ഈ സുറാത്തിൽ വിശ്വസിച്ചതുകൊണ്ടോ ഖബർ ശിക്ഷയിൽ വിശ്വസിച്ചതുകൊണ്ടോ കാര്യമില്ല. എന്തില്ലെങ്കിൽ അൽ ഈമാനു ബില്ലാഹ് എന്ന അടിസ്ഥാനം സഹോദരങ്ങൾ ഒരാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, അതുകൊണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. തൗഹീദ് ഇല്ലാത്തവൻ ഈമാനില്ല. തൗഹീദ് ഇല്ലാത്തവൻ ഈമാനില്ല. തൗഹീദ് അല്ലാത്ത ഒരു ഈമാനും ഒരാൾക്ക് അവന് ഉപകരിക്കുന്ന ഈമാനല്ല. തൗഹീദ് ഇല്ലാത്ത അള്ളാഹുവിനെ ഏകനാക്കാത്ത ഒരു ഈമാനും ഒരാൾക്കും അത് ഉപകരിക്കുകയില്ല. അങ്ങനെ ചില ഈമാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും യുശ്രികൂൻ. അവരിൽ പലരും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല, ഇല്ല വഹും യുശ്രികൂൻ, പങ്കു ചേർത്തുകൊണ്ടല്ലാതെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ ഈമാൻ ഉപകരിക്കുകയില്ല. അപ്പൊ ചിലർ ചോദിച്ചു, അങ്ങനെ ഈമാനും ഷിർക്കും അത് രണ്ടും വിരുദ്ധമാണല്ലോ, ഈമാനും ഷിർക്കും എങ്ങനെ ഒരാളുടെ കൽബിൽ സമ്മേളിക്കും? ഈമാനും ഷിർക്കും എന്ന് പറഞ്ഞാൽ നേരെ വിരുദ്ധമാണ്. വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ എങ്ങനെ ഒരുമിക്കും? അപ്പോൾ പറഞ്ഞു, അവരുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മൻ ഖലഖ സമാവാത്, അവർ പറയും അല്ലാഹ്. മൻ ഖലഖൽ അർദ് അല്ലാഹ്. മൻ ഖലഖൽ ജിബാൽ അല്ലാഹ്. ഇതാണ് അവരുടെ ഈമാൻ. എന്നാൽ ഇബാദത്തിന്റെ കാര്യത്തിൽ അള്ളാഹു അല്ലാത്ത ആളോട് പങ്കു ചേർക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ഈമാൻ കൊണ്ട് കാര്യമില്ല. മക്കാ മുശ്രിക്കുകൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു മഖ്ലൂക്കിനും അത് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് തൗഹീദ്, അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക എന്നുള്ളതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈമാൻ കിട്ടി മരിക്കണം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതിനുവേണ്ടി എന്തു പണിയെടുക്കണം? അതിനുവേണ്ടി തൗഹീദിന് വേണ്ടി പണിയെടുക്കണം. തൗഹീദ് പഠിക്കണം. എനിക്ക് തൗഹീദ് ഇല്ലാതെ ഈമാൻ ലഭിക്കുകയില്ല, ഈമാൻ ഇല്ല എന്ന അടിസ്ഥാനം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുഭൂരിപക്ഷത്തിന് ഈമാനിനെ കുറിച്ച്, ഈമാനുള്ള മുഖം, ഈമാനുള്ള മരണം, ഇതെല്ലാം അവർ വാചാലരാകുന്ന, അവർ നാവുകളിൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അവർക്ക് തൗഹീദാണ് ഈമാനിന്റെ അടിസ്ഥാനം എന്ന് അറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാൻ എന്ന് പറഞ്ഞാൽ 70 പരം ശാഖകളുണ്ട്. വറച്ച റിവായത്ത് 60 ശുഅബ. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്, ഏറ്റവും ഉയരത്തിലുള്ളത് ഒരു മരത്തിന്റെ ശിഖരങ്ങളാണെങ്കിൽ, ഈമാനിന്റെ ഭാഗങ്ങൾ മരത്തിന്റെ ശിഖരങ്ങളാണെങ്കിൽ അതിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. അതിലേറ്റവും താഴെയാണെന്ന് പറയാവുന്നത് വഴിയിലുള്ള ഒരു മാലിന്യം, ഒരു തടസ്സം നീക്കം ചെയ്യലാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജയും ഈമാനിന്റെ ഭാഗമാണ് എന്ന് പറയാം. നോക്കൂ സഹോദരങ്ങളെ, റോഡിലൂടെ ഒരു വഴി തടസ്സം നീക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ മരണവും ഒരുപാട് മരണങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കി കളയാൻ പറ്റുന്ന കാര്യമാണ്. അല്ലെ, നമ്മൾ പലപ്പോഴും ആളുകളൊക്കെ ചെയ്യാറുണ്ട്. പല തടസ്സങ്ങളുണ്ട്. ഒരാൾ സ്റ്റാൻഡ് ഇടാതെ പോയാൽ പോലും അയാളോട് വളരെ ഗൗരവത്തിൽ നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ കുഴി ഉണ്ടെങ്കിൽ ആളുകൾ വീണ് പോകരുത് എന്ന് വിചാരിച്ചിട്ട് അത് കുഴി പെട്ടെന്ന് അടക്കും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവെക്കും. അത് വഴിയിലുള്ള തടസ്സം നീക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ചില ഒരുപാട് ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് ഈമാനിന്റെ ഏറ്റവും താഴെയുള്ള കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൗഹീദിന്റെ പ്രാധാന്യം എന്തായിരിക്കും? ഇതൊക്കെ അറിയുന്ന ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിന് മാത്രമാണ് ആരാധനക്ക് അർഹതയുള്ളൂ എന്ന ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ചിട്ട് പലർക്കും അറിയില്ല. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ചിട്ട് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത് അള്ളാഹു ആണ് എല്ലാം നമുക്ക് ചെയ്തു തരുന്നത്, അള്ളാഹു ഇങ്ങോട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അള്ളാഹു ഏകനാണ് എന്ന് മാത്രം വിശ്വസിച്ചാൽ മതി എന്നാണ്. തിരിച്ച് അള്ളാഹുവിന് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യത്തിൽ, ഏകനാക്കേണ്ട കാര്യത്തെക്കുറിച്ച് അവർ പലരും അശ്രദ്ധയിലാണ്, അവർക്കല്ലെങ്കിൽ വലിയ അജ്ഞതയിലാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതിന്റെ അടിസ്ഥാനം അള്ളാഹ്ക്ക് മാത്രം ആരാധനകൾ അർപ്പിക്കുക എന്ന് പറയുന്ന തൗഹീദാണ്. അതുകൊണ്ട് തൗഹീദ് ഇല്ലാത്തവൻ ഈമാനില്ല എന്ന കാര്യം മനസ്സിലാക്കണം. ഇനി ഇവിടെയുള്ള മുസ്ലിമായ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകളൊക്കെ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കലുണ്ട്. നമ്മൾ ഏറ്റവും വലിയ ആശ്വാസമാണ് നമ്മൾ മുസ്ലിം ആയിരിക്കുക എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? നമുക്ക് നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് നമ്മളെ മുസ്ലിമീങ്ങളാക്കി ജനിപ്പിച്ചു എന്നുള്ളതാണ്. മുസ്ലിമായ ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളായി മുസ്ലിമീങ്ങളായി ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നിഅമത്ത്. എന്നാൽ
ഈ ഇസ്ലാം എന്ന് പറയുന്ന നമ്മൾ ആശ്വസിക്കുന്ന ഈ കാര്യം സഹോദരങ്ങളെ, തൗഹീദ് ഇല്ലെങ്കിൽ പിന്നെ ഇസ്ലാം ഇല്ല എന്നുള്ളതാണ്. തൗഹീദ് ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ അത് തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യത്തിന്മേലാണ് പടുത്തുയർത്തപ്പെട്ടത്. അതിന്റെ പ്രധാനപ്പെട്ട 5 സ്തംഭങ്ങളാണത്. അതിന്മേലാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. ഒരാളുടെ ഇസ്ലാം ആ 5 കാര്യങ്ങളിലാണ്. എന്താണത്? ഒന്ന് പറഞ്ഞു, അല അയ്യുവഹദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്ന തൗഹീദ് അവൻ അതിന്റെ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. വഇഖാമിസ്സലാ വഇതാഇസ് സക്കാ വസിയാമി റമളാൻ വഹജ്ജ്, പിന്നീട് പറഞ്ഞ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജിന് പോകുക, റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിക്കേണ്ട അടിസ്ഥാനപരമായി പറഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളതല്ല, നോമ്പെടുക്കുക എന്നുള്ളതല്ല, ഹജ്ജിന് പോവുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത്. ആദ്യം പറഞ്ഞത് അല അയ്യുവഹദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കണം, അഥവാ ഇബാദത്തുകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അർപ്പിക്കണം എന്ന കാര്യമാണത്. നിങ്ങൾ നോക്കൂ, ആളുകൾ 5 നേരത്തെ നിസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ വളരെ ശ്രദ്ധയുള്ള ആളുകൾ ഈ ഒന്നാമത്തെ കാര്യത്തിൽ ശ്രദ്ധയില്ല, അല്ലെ? നിസ്കാരം ബാത്തിലായി പോകുന്ന ആളുകൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. വുളു ശരിയാകുന്ന കാര്യങ്ങൾ അറിയാം. അതിനൊക്കെ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കയ്യിൽ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയാൽ അത് ശ്രദ്ധ വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ അതിനേക്കാൾ ശ്രദ്ധ വേണ്ട കാര്യത്തിന് ശ്രദ്ധ ഇല്ലാതായി പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കി തരാനാണ്. അല്ല, കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വസ്തു ഉണ്ടായാൽ അതൊക്കെ ചരണ്ടി കളയാൻ വളരെ പരിശ്രമിക്കുന്നത് കാണും. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ വുളു ശരിയാവില്ല, വുളു ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഈ ബോധ്യം നന്നായിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ മുമ്പ് പറഞ്ഞ് ഇസ്ലാം ശരിയാകേണ്ട, കാരണം നിസ്കാരം ഇല്ലെങ്കിൽ ഒരാൾ ഇസ്ലാമിന്റെ ഭാഗമാണ് പോകുന്നത്. അപ്പൊ അതിനേക്കാൾ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് തൗഹീദാണ്. അലാ യുവഹദല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കാര്യം അംഗീകരിക്കലാണ്. ഈ കാര്യത്തിൽ ഒരു പഠനമില്ല, ഒരു ചർച്ചയില്ല. നമുക്ക് ശൈത്താന്റെ പണി നോക്കണം സഹോദരങ്ങൾ. മുസ്ലിമീങ്ങൾക്ക് ആർക്കും അവരെ ആരെങ്കിലും ഒക്കെ തൗഹീദ് എന്താണ്, തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണ്, അതിലെന്തെങ്കിലുമൊക്കെ അതിന്റെ ഷർത്തുകളൊക്കെ ഞാൻ പാലിച്ചിട്ടുണ്ടോ, അതിന് റുക്കനുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ പാലിച്ചിട്ടുണ്ടോ, അതിന് നിബന്ധനകളൊക്കെ പാലിച്ചിട്ടുണ്ടോ, അതിനറിയില്ല. നിസ്കാരത്തിന്റെ ഷർത്ത് പഠിക്കുന്നുണ്ട്, വുളുവിന്റെ ഷർത്ത് പഠിക്കുന്നുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ പഠിക്കുന്നുണ്ട്. പക്ഷേ ഒന്നാമതായി പറഞ്ഞ ഇസ്ലാം ഒരാൾ ജീവിതത്തിൽ ഇസ്ലാം അയാൾക്ക് നിലകൊള്ളണമെങ്കിൽ ഒന്നാമതായി പറഞ്ഞ കാര്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു പഠനമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിക്കുന്നില്ല? ഞാൻ നിസ്കാരത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, നോമ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സക്കാത്തിന്റെ മസ്അലകൾ അറിയാം, ഹജ്ജിന്റെ മസ്അലകൾ അറിയാം. എന്തുകൊണ്ട് നമ്മുടെ ഉസ്താദ്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള മസ്അലകളിൽ വാചാലരാകുന്നില്ല? കാരണം ഒരാൾ ഏതൊരു വിഷയത്തിലാണോ വീഴ്ചയുള്ളത് അതിനെക്കുറിച്ച് അയാൾ മിണ്ടാതിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഞാൻ വെറുതെ ഇങ്ങനെ നാവ് കൊണ്ട് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അർത്ഥം അറിയേണ്ടതില്ലേ എന്നവർ ചിന്തിക്കുന്നില്ല. അല്ല, വെറുതെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അയാൾ മുസ്ലിം ആവും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് വെറുതെ പറഞ്ഞാൽ മുസ്ലിമീങ്ങളാകണമെങ്കിൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിക്കുകളെല്ലാം മുസ്ലിമീങ്ങളാകണമായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത് അവർ നരകത്തിന്റെ അടിത്തട്ടിലാണെന്നാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്. അവർ ഭാഗ്യം നിസ്കാരത്തിൽ നിസ്കരിക്കാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ മുനാഫിക്കുകളെ കുറിച്ചിട്ട്. അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് വെറുതെ പറഞ്ഞതുകൊണ്ട് ഒരാൾ രക്ഷപ്പെടുകയില്ല. എന്നാൽ അയാൾക്കൊരു രക്ഷയുണ്ട്. ദുനിയാവിൽ അയാൾ മുസ്ലിമായി നമ്മൾ പരിഗണിക്കും. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നമ്മൾ അയാൾ ദുനിയാവിൽ പരിഗണിക്കും. ദുനിയാവിൽ നമ്മൾ അയാളുടെ കൽബിന്റെ അകത്തേക്ക് നോക്കിയിട്ട് ഈമാൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കുകയില്ല. ഗൈബിയായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മുസ്ലിമായി പരിഗണിക്കും. പക്ഷെ അള്ളാഹിന്റെ അടുത്ത് ഉപകരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉപകരിക്കണമെങ്കിൽ സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണെന്ന് അറിയണം. അർത്ഥം അറിയാതെ ഒരാൾക്ക് എങ്ങനെയാണ് ആ കാര്യത്തിൽ വിശ്വസിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എനിക്കൊന്നും പേടിക്കാനില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം അറിയാതെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 1000 തവണ പറഞ്ഞതുകൊണ്ടും അത് നിങ്ങൾക്ക് യാതൊരു ഉപകാരം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഖേദകരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദുകളിൽ അല്ലാഹു അല്ലാത്ത ആളുകൾ ആരാധിക്കപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട പ്രത്യേകമായ സ്ഥലമാണ് മസ്ജിദ് എന്ന് പറയുന്നത്. എല്ലായിടത്തും അല്ലാഹു മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, എല്ലായിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ. എന്നാൽ അതിന് പ്രത്യേകമായി നിസ്കരിക്കാൻ, പ്രത്യേകമായി ഇബാദത്ത് ചെയ്യാൻ അതിന് മാറ്റിവെക്കപ്പെട്ട സ്ഥലമാണ് മസ്ജിദ് എന്ന് പറയുന്നത്. അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. തീർച്ചയായും മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാകുന്നു. അവന് ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല, അവനോടൊപ്പം മറ്റൊരാളോട് ദുആ ചെയ്യാൻ പാടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. ആ മസ്ജിദുകളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ മസ്ജിദുകളിൽ മനുഷ്യന്മാരെ കൊണ്ടുവന്ന് ഖബറടക്കുകയാണ്. എന്നിട്ട് അവരോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പുറത്ത് 5 നേരത്തെ നിസ്കാരം നടക്കുന്ന മസ്ജിദാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ഇമാം ഒച്ചത്തിൽ പറയുന്ന മസ്ജിദാണത്. അതേ മസ്ജിദിന്റെ
അതേ കെട്ടിടത്തിന്റെ അകത്ത് നിന്ന് തന്നെ, അത് പുറത്തും നടക്കുന്നുണ്ട്, പക്ഷെ അകത്ത് തന്നെ നടക്കുന്ന എത്ര അത്ഭുതകരമായ കാര്യമാണ്. അവർ അള്ളാഹു അല്ലാത്ത ആളോട് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നില്ലേ, ഇതൊന്ന് ദൂരീകരിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി അറവ് നടത്തുകയാണ്. അങ്ങനെ ആ രൂപത്തിൽ സഹോദരങ്ങളെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയെങ്കിലും മുനാഫിക്കുകൾ രക്ഷപ്പെടണമായിരുന്നു, അവർ രക്ഷപ്പെട്ടിട്ടില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആരെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ കഴുത്തിന് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയടാ എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. കാരണം എന്താണ്, അങ്ങനെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ലഭിക്കാനില്ല, അവനൊന്നും ലഭിക്കാനില്ല. അത് നമ്മോട് പറഞ്ഞിട്ടുള്ള പണിയല്ല. നമ്മോട് പറഞ്ഞ അള്ളാഹുവിന്റെ ദീനെ കുറിച്ച് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്, അർത്ഥം എന്താണ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നീ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കൊടുക്കാനാണ്. അല്ലാതെ ആരെങ്കിലൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ പോയി നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഞാൻ കൊന്നുകള് എന്ന് പറയുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടൊന്നും ഒരു ഉപകാരവുമില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക, ഒരാൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് അവൻ ആശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് എന്ന് പറയുന്ന അടിസ്ഥാനം അവൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് അവൻ ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സഹോദരങ്ങൾ, അല്ലാഹു തആല നമ്മെ പടച്ചതിൻ്റെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ തൗഹീദാണ്. നമ്മൾ പടച്ചതിൻ്റെ ലക്ഷ്യം തൗഹീദായിട്ട് നമ്മൾ ആ തൗഹീദിനെ കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധമില്ലാത്ത ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞല്ലോ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഖുർആൻ മുഴുവൻ പരിശോധിക്കുക, ഹദീസുകൾ മുഴുവൻ പരിശോധിക്കുക. ജീവിത ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു പടച്ചത് എന്നൊരാൾ പരിശോധിച്ചാൽ ഈ ആയത്താണ് നമുക്ക് കാണാൻ സാധിക്കുക. സൂറത്തു ദാരിയാത്ത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള കോടാനുകോടികൾ മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ പടച്ചത് എന്ത് കാര്യത്തിന് വേണ്ടി മാത്രമാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം അത് തിരിച്ചറിയുന്നില്ല. ബഹുഭൂരിപക്ഷവും അതെന്താണ് എന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. ഈ പറയുന്ന ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ടതാണ് എന്ന് മനസ്സിലാക്കാതെ ആ ഇബാദത്തിന്റെ അംശം മറ്റുള്ളവർക്കും വകവെച്ചു കൊടുക്കുകയാണ്. ഈ തൗഹീദ് ഒരാൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാതെ ഒരാൾക്ക് എന്തിനു സാധിക്കുകയില്ല? സഹോദരങ്ങളെ, യഥാർത്ഥ രൂപത്തിൽ ഒരാൾ തൗഹീദ് മനസ്സിലാക്കാതെ ഒരാൾക്ക് സ്വർഗപ്രവേശനം അയാൾക്ക് സാധിക്കുകയില്ല. അവൻ കാലാകാലം നരകത്തിലേക്ക് കത്തിയെരിയേണ്ടി വരും എന്നുള്ളത് അവൻ ശരിക്കും തിരിച്ചറിയേണ്ട കാര്യമാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട അതിൻ്റെ അർത്ഥവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും മാത്രമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. പിന്നീട് നമ്മുടെ വിഷയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം സുന്നത്താണ്. അതിൻ്റെ വിവക്ഷ എന്താണ്, അതുപോലെ തന്നെ സുന്നത്ത് കൊണ്ടുള്ള അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്താണ് സുന്നത്ത് എന്ന് പറയുന്ന വാക്കിനർത്ഥം? പല രൂപത്തിൽ സുന്നത്തിന് അർത്ഥം നമ്മൾ പറയാറുണ്ട്. സുന്നത്ത് എന്ന് പൊതുവെ ആളുകൾക്ക് അറിയുന്ന ഒരു അർത്ഥമാണ്, അത് അതിൻ്റെ കർമ്മശാസ്ത്രപരമായ വിശദീകരണമാണ്. എന്താണത്? അതൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് വമ്പിച്ച പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചാൽ വീഴ്ച വരുത്തിയാൽ അതിന് കുറ്റമില്ല എന്ന് പറയുന്ന കർമ്മശാസ്ത്രപരമായ അതിൻ്റെ വിശദീകരണമാണ്, അതല്ലെങ്കിൽ അതിൻ്റെ നിർവചനമാണ് പലർക്കും അറിയാവുന്നത്. എന്നാൽ സുന്നത്ത് എന്നുകൊണ്ട് ഇവിടെ തൗഹീദിനോടൊപ്പം ചേർത്ത് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ചര്യയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ചര്യയാണ് അത്. വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സുന്നത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിദ്അത്തുകൾക്കെതിരായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ള സിറാത്തൽ മുസ്തഖീം, ശരിയായ പാതയെക്കുറിച്ചിട്ടാണ് അവിടെ സുന്നത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുൻഗാമികളായ ഇമാമുമാർ യഥാർത്ഥ വിശ്വാസത്തിന്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ അവർ സുന്ന എന്ന് പറഞ്ഞിട്ട് അതിന് പേര് പറയുന്നത് കാണാൻ സാധിക്കും. ഉസൂലു സുന്ന, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ സുന്നത്തിന്റെ അടിസ്ഥാനങ്ങൾ അഥവാ സിറാത്തൽ മുസ്തഖീം സഞ്ചരിക്കാൻ നമ്മൾ ചോദിക്കുന്ന ഈ സിറാത്തൽ മുസ്തഖീമിൽ പ്രവേശിക്കണമെങ്കിൽ ഇന്നെന്ന വിശ്വാസ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ സുന്നത്ത് എന്നവിടെ പറയാറുണ്ട്. ഒരുപാട് അയിമ്മത്തുകൾ ആ പേരിൽ ഗ്രന്ഥരചന നടത്താറുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിദ്അത്തിന്റെ വഴികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് യഥാർത്ഥ സിറാത്തൽ മുസ്തഖീം സുന്നത്തിന്റെ വഴിയിലേക്ക്, സ്വഹാബികളുടെ വഴിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അത് വിശ്വാസപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ സുന്നത്ത് എന്ന് പറയപ്പെടുന്നത് എന്താണ്? സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികളും അവിടുത്തെ മൗനാനുവാദങ്ങളും പിന്നെ അവിടുത്തെ കുറിച്ച് പറയപ്പെടുന്ന വിശേഷണങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് സുന്നത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവർത്തികളും അവിടുത്തെ മൗനാനുവാദങ്ങളും ഒക്കെ അടങ്ങുന്ന ആ സുന്നത്തിനെ കുറിച്ചാണ്. ഈ സുന്നത്തിന്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രാധാന്യം എന്താണ്?
സുന്നത്തിന് ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്? ഹദീസുകൾക്ക് എന്ത് സ്ഥാനമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്? ഖുർആനിനെ പോലെ തന്നെ ഹദീസുകളെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ? ഹദീസിൽ പറയുന്നതിന് ഖുർആനിൽ പറയുന്നതിൻ്റെ അതേ സ്ഥാനമാണോ? അല്ലെങ്കിൽ ഹദീസുകൾ വിശ്വസിക്കണം, ഹദീസുകളിൽ നമ്മൾ അതിലുള്ളത് ഉൾക്കൊള്ളണം എന്ന് എവിടെയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട, പഠിക്കേണ്ട കാര്യമാണ്. കാരണം അതിൽ ഇഷ്കാൽ ഉണ്ടാക്കുന്ന ഒരുപാട് വിഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് പല നിലക്കും അതിനെ നിഷേധിക്കുന്ന, പാടെ നിഷേധിച്ച് തള്ളിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ബുദ്ധിക്ക് യോജിക്കാതിരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഹദീസുകളെ നിഷേധിച്ച് തള്ളുന്ന ആളുകളുണ്ട്. നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ പോലുമുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇറക്കിയതുപോലെ തന്നെ അള്ളാഹു ഇറക്കിയ മറ്റൊരു വഹിയാണ് സുന്നത്ത് എന്നുള്ളത്. സൂറത്തുൻ നഹ്ൽ റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, വഅൻസൽനാ ഇലൈക ദിക്ർ, നബിയെ താങ്കൾക്കിതാ ഈ ദിക്റിനെ നാം ഇറക്കി നൽകിയിരിക്കുന്നു. എന്താണ് ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖുർആൻ ഇറക്കി നൽകിയിട്ടുണ്ട്. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവർക്ക് ഇറക്കിയിട്ടുള്ള ഈ ഖുർആനിൽ വന്നിട്ടുള്ള ഈ കാര്യങ്ങൾ താങ്കൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. കാരണം ഖുർആൻ നേർക്ക് നേരെ ഓതിക്കൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. അത് മുഴുവൻ മനുഷ്യർ പറയുന്ന കാര്യമാണ്. ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ നിസ്കാരത്തെക്കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് ഒരാൾക്ക് നിസ്കരിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഖുർആനിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നിസ്കാരത്തിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്, നിസ്കാരത്തിന്റെ അർക്കാനുകൾ എന്തൊക്കെയാണ്, നിസ്കാരത്തിലെ സുന്നത്തുകൾ എന്തൊക്കെയാണ്, അതിന്റെ സമയമൊക്കെ എങ്ങനെയൊക്കെയാണ്, അത് സഹോദരങ്ങളെ ഖുർആൻ നോക്കിയാൽ ഒരാൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞത്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ള ഈ കാര്യം താങ്കൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഖുർആനിന് ഒരു വിശദീകരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണത്, എന്നാൽ അത് അള്ളാഹുവിന്റെ വഹി തന്നെയാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കണം. അതുകൊണ്ട് സുന്നത്തിൽ വിശ്വസിക്കുക, ഹദീസുകളിൽ വിശ്വസിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതാനും ചില ഉദാഹരണങ്ങൾ, അഥവാ സുന്നത്തില്ലാതെ ഖുർആനിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയേ ഇല്ല എന്നറിയിക്കുന്ന ഏതാനും ചില ഉദാഹരണങ്ങൾ പറയാം. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, മോഷ്ടിച്ച ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്കുള്ള ശിക്ഷ, പ്രതിക്രിയ ഫഖ്തഉ ഐദിയഹുമാ, അവരുടെ കൈ ഛേദിക്കുക എന്നുള്ളതാണ്. ഈ ആയത്ത് മാത്രം, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ഒരാൾ എത്ര മോഷ്ടിച്ചാലാണ് കൈ വെട്ടുക? കൈ എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ വെട്ടും? തോള് മുതൽ വെട്ടുമോ? അതല്ല കൈമുട്ട് മുതൽ വെട്ടണമോ? എങ്ങനെയാണ് അവർക്ക് അതിന്റെ ഉത്തരം ലഭിക്കുക? സഹോദരങ്ങൾ, ഒരിക്കലും അവർക്കത് ലഭിക്കുകയില്ല. എന്നാൽ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖതഅ ഇല്ലാ ഫി റുബഉ ദീനാരിൻ ഫസ്നഇദാ, കൈവെട്ടപ്പം മാത്രമേ ഉള്ളൂ ഒരാൾ ഒരു ദീനാറിന്റെ 4/1 അതിൽ കൂടുതലോ മോഷ്ടിച്ചാൽ മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനേക്കാൾ ചെറിയ തുകക്ക് കൈവെട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുപോലെ തന്നെ കൈ എവിടുന്നാണ് വെട്ടേണ്ടത്? സുന്നത്തുകളിൽ വളരെ വ്യക്തമായി കാണാം, അത് മുൻകൈ മാത്രമാണ് അതിൽ വെട്ടുക, കൈ മുഴുവൻ വെട്ടുകയില്ല. ഇത് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാൻ. അതല്ല എങ്കിൽ ആളുകൾക്ക് എങ്ങനെയാണ് നിയമം മനസ്സിലാക്കാൻ സാധിക്കുക? അതുപോലെ തയമ്മുമിനെ കുറിച്ച് ആയത്തിറങ്ങി, ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദിയക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖവും കൈയും തടവേണ്ടതാണ്. തയമ്മുമിന്റെ ആയത്താണ്. തയമ്മുമായി ബന്ധപ്പെട്ട സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്താണ്. എവിടെയാണ് കൈ? ഇത് കൈയുടെ തോള് വരേക്കും തടവേണ്ടതുണ്ടോ? വേണ്ടതില്ല. കാരണം ഹദീസിൽ വന്നു, അത്തയമ്മുമു ദർബത്തുൻ ലിൽ വജ്ഹി വൽ കഫൈൻ, തയമ്മും എന്ന് പറയുന്നത് 2 മുൻകൈകളും അതുപോലെ തന്നെ മുഖവും തടവലാണ്. ഒരടി അടിച്ചുകൊണ്ട് മുഖവും മുൻകൈകളും തടവലാണ് എന്ന് ഹദീസിൽ വരികയാണ്. അപ്പൊ ഖുർആൻ മാത്രം കൊണ്ട് ഒരാൾക്ക് അതിന്റെ അഹ്കാമുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഹദീസ് വളരെ അനിവാര്യമായ കാര്യമാണ്. നോക്കൂ, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, ആരെങ്കിലും വിശ്വസിച്ചു എന്നിട്ട് ആ വിശ്വാസത്തിൽ അവൻ ളുൽമ കലർത്തിയില്ല, അക്രമം കലർത്തിയില്ല, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് ഹിദായത്തിന്റെ മാർഗത്തിലായത് എന്നാണ്. ചില ആളുകൾ പറയാറുണ്ട്, അറബി ഭാഷ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഖുർആൻ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും, അറബി അറിഞ്ഞാൽ മതി എന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്കിൽ ഏറ്റവും കൂടുതൽ അറിവുണ്ടായിരുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ അറബി ഭാഷയിൽ അറിവുണ്ടായ സഹാബികളാണ്. സ്വഹാബികൾക്ക് പോലും ഈ ആയത്തിന്റെ അടിസ്ഥാനം എന്താണ് മനസ്സിലായിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് വരെ. കാരണം ഈ ആയത്ത് കേട്ടപ്പോൾ സ്വഹാബികൾക്ക് വലിയ പ്രയാസമുണ്ടായി. അവർ ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അയ്യുനാ ലം യൽബിസ് ഈമാനഹു ബിളുൽം, അല്ലാഹുവിന്റെ റസൂൽ, നമ്മൾ ആർക്കാണ് ഒരു അക്രമം സംഭവിക്കാതിരിക്കുക? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു അക്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, ചെറിയൊരു തിന്മ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അവർക്ക് നിർഭയത്വമില്ല, അവർ ഹിദായത്തിലായിട്ടില്ല എന്നാണ് ആയത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ബിദാലിക്, അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്നമാ ഹുവ ശിർക്ക്. ഇവിടെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ളുൽം എന്ന് പറയുന്നത് ഷിർക്കാണ്. ഇത് എവിടുന്നാണ് കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിൽ നിന്ന്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഹദീസിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ഖുർആൻ ആയത്ത് തന്നെ പറഞ്ഞു കൊടുത്തു, ഇന്ന ശിർക ലദുൽമുൻ അളീം, തീർച്ചയായും ഷിർക്ക് എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ പാതകമാണ്, അക്രമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ ഹദീസിലൂടെയാണ് സ്വഹാബികൾക്ക് എന്ത് മനസ്സിലായത്? ഇവിടെ ഉദ്ദേശിക്കുന്ന ളുൽം എന്ന് പറയുന്നത് അത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ്. അത് ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ നിർഭയത്വമില്ല, അവൻ സന്മാർഗത്തിലുമല്ല എന്ന് അവിടുന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ നമ്മുടെ യാത്രയിലുള്ള ഖസ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വഇദാ ളറബ്തും ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ ഫലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങൾക്ക് കുഴപ്പമില്ല, അൻ തഖ്സുറു മിനസ് സലാ, നിങ്ങൾ നിസ്കാരം ഖസ്റാക്കാൻ പറ്റും. ഇൻ ഖിഫ്തും അൻ യഫ്തിനകും അല്ലദീന കഫറു, കാഫിറുകളായ ആളുകൾ നിങ്ങളെ പ്രയാസപ്പെടുത്തും എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ എന്ന നിബന്ധനയോടുകൂടിയാണ് പറയുന്നത്. ഈ ആയത്ത് ഇങ്ങനെ കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചിലർ ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, ഇപ്പോൾ ഇങ്ങനെ ഭയപ്പാടൊന്നും ഇല്ലല്ലോ, കാരണം ഉമറിന്റെ കാലഘട്ടം ഏതാണ്? ഇസ്ലാം കത്തി ജ്വലിച്ച് നിൽക്കുന്ന കാലഘട്ടമാണ്. ഇപ്പം എനിക്ക് കാഫിറുകൾ ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുത്തുന്ന ഒരു പേടിയുമില്ലാത്ത കാലഘട്ടമാണ്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ ഇപ്പോൾ ഇനി ഈ ആയത്ത് നിയമം ബാധകമല്ലേ? കാരണം ഇനിയിപ്പോൾ ഖസ്റാക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുല്ലദീന കഫറു, കാഫിറുകൾ നിങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ അപ്പോഴാണ് ഖസ്റാക്കേണ്ടത് എന്ന് പറഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്ത ജീവിതകാലത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാ ബാലുന നഖ്സുർ വഖദ് അമിന്ന, ഇനി എന്തിനാണ് നമ്മൾ ഖസ്റാക്കുന്നത്, നമുക്കിപ്പോൾ നിർഭയത്വം കിട്ടിയല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഖ്ബലു സദഖതഹ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖയാണ്, ഇത് അല്ലാഹു തആല നിങ്ങൾക്ക് കനിഞ്ഞരുളിയതാണ്. ഫഖ്ബലു സദഖതഹു, അല്ലാഹുവിന്റെ സദഖ നിങ്ങൾ സ്വീകരിച്ചോളൂ. അഥവാ ഇനി ഭയപ്പാടുണ്ടാകണം നിർബന്ധമില്ല, ആ ഒരു നിബന്ധന ഇല്ല. ഇത് യുദ്ധകാലത്താണ് ആദ്യം ആയത്തിറങ്ങിയത്. ഇനി അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത്, ഭയപ്പാടിന്റെ സമയത്ത് എന്നുള്ളതില്ല. ഖിയാമത്ത് നാൾ വരെ യാത്ര ചെയ്യുന്ന ആളുകൾക്കെല്ലാം യാത്ര എന്ന് പറയുന്ന ആ പരിധി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് നിസ്കാരം ഖസ്റാക്കാം. ഇത് എവിടെ നിന്നാണ് കിട്ടുക? ഹദീസുകളില്ലാത്ത, ഹദീസുകൾ സ്വീകരിക്കാത്ത ആളുകൾക്ക് ഇനി യാത്രയിൽ ഖസ്ർ ഉണ്ടാവുകയില്ല, യാത്രയിൽ അവർക്ക് ഖസ്റാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ നോക്കൂ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുർരിമത് അലൈക്കുമുൽ മൈതതു വദ്ദം, നിങ്ങൾക്ക് മയ്യിത്തായതും രക്തവും, മയ്യിത്തായതും ശവവും രക്തവും രണ്ടും നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് മത്സ്യം കഴിക്കാൻ പറ്റൂല, കാരണം മത്സ്യത്തെ നമ്മൾ ആരും അറക്കുന്നതല്ല. അല്ല, അറക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ മയ്യിത്ത് എന്ന് പറയുന്നത്. മത്സ്യത്തെ നമ്മൾ ആരും അറക്കുന്നില്ല, അതിനെ വലയിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. അതൊക്കെ മയ്യിത്തായിട്ടാണ് വരുന്നത്, അതിന് നമ്മൾ അറക്കാറില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് അത് ഹലാലാകുന്നത്? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഹലാലാവുകയില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പറഞ്ഞു തരികയാണ്. ഉഹില്ലത് ലനാ മൈതതാൻ വദമാൻ, രണ്ട് മയ്യിത്തുകളും അതുപോലെ തന്നെ രണ്ട് രക്തവും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി നൽകിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അൽ ജറാദു വൽ ഹൂത്ത്, ആ രണ്ട് മൈത്തത്തുകൾ, ഒന്ന് അൽ ജറാദാണ്, വെട്ടുകിളിയാണ്, അല്ലെ ചെറിയ ചീവിട് പോലത്തെ ഒരു കിളിയുണ്ട്, വെട്ടുകിളി, നമുക്കറിയാം, നോക്കിയാൽ മതി. ആ വെട്ടുകിളിയാണ്. രണ്ടാമത്തത് വൽ ഹൂത്ത്, മത്സ്യമാണ്, എല്ലാ ഇനത്തിലുള്ള മത്സ്യങ്ങളും. ഇത് രണ്ടും അറവ് നടത്താതെ തന്നെ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഭക്ഷണയോഗ്യമായി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് അതിന്റെ പ്രത്യേകമായിട്ടുള്ള നിയമമാണ്. അതുപോലെ തന്നെ പറഞ്ഞു വൽ കബ്ദു വത്തിഹാൽ, അതുപോലെ കരളും അതുപോലെ പതിരും, ഇത് രണ്ടും ഒരാൾക്ക് എന്ത് ചെയ്യാം? ഇത് അനുവദനീയമാണ്. ഇത് രക്തം കട്ട പിടിച്ചതാണ്, ഇത് അനുവദനീയമായി പ്രത്യേകം പറഞ്ഞതാണ്. ഖുർആനിൽ നോക്കിയാൽ ഇത് കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ ഇത് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖുൽ ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ മുഹറമൻ അലാ താഇമിൻ യത്അമുഹു, നബിയെ പറയുക, എനിക്ക് വഹി നൽകപ്പെട്ടതിൽ ഭക്ഷണം കഴിക്കുന്ന ഒരുവന് നിഷിദ്ധമായിട്ടുള്ളത് ഇല്ല. ഇല്ല അയ്യക്കൂന മൈത്തൻ, മയ്യിത്താണെങ്കിൽ അത് കഴിക്കാൻ പാടില്ല, ഹറാമാണ്. ഔ ദമൻ മസ്ഫൂഹൻ, ഒഴുകുന്ന രക്തമാണെങ്കിലും ഹറാമാണ്. ഔ ലഹ്മ ഖിൻസീരിൻ, പന്നി മാംസമാണെങ്കിലും ഹറാമാണ്. ഫഇന്നഹു ജിദ്സുൻ, തീർച്ചയായും അത് മ്ലേച്ഛമാണ്. ഔ ഫിസ്ഖൻ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലെങ്കിൽ അല്ലാഹുവിന് പുറമെ അറക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം ഇതെല്ലാം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇതിൽ പറയാത്ത ചില നിഷിദ്ധങ്ങൾ വേറെയുണ്ട്. ഇത് മാത്രമല്ല നിഷിദ്ധമായിട്ടുള്ളത്, ഇത് മാത്രമേ നിഷിദ്ധമുള്ളൂ എന്നാണ് ഈ ആയത്തിൽ നിന്ന് കിട്ടുക. ഏതാണ് ഇതിൽ പറയാത്ത നിഷിദ്ധം? ഹദീസുകളിൽ കാണാൻ സാധിക്കും, കുല്ലു ദീ നാബിൻ മിനസ് സിബാഇ വകുല്ലു ദീ മിഖ്ലബിൻ മിനത് ത്വയ്രി ഹറാമുൻ. രണ്ട് കാര്യങ്ങൾ, ഒന്ന് എര പിടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള എരയെ തേടി പിടിക്കുന്ന മൃഗങ്ങളുണ്ട്, നഖമുള്ള മൃഗങ്ങൾ, കൂർത്ത നഖമുള്ള മൃഗങ്ങൾ, അതുപോലെയുള്ള പറവകളുമുണ്ട്, കഴുകനെയൊക്കെ പോലെയുള്ള, ഇത് ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു കഴുത,
അത് നാട്ടുകാരുടെ ഹറാമാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് ഖുർആനിന്റെ ആയത്തിലില്ല, ഇത് ഹദീസിലാണ് വന്നിട്ടുള്ളത്. കാരണം ഖുർആനിന്റെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ കാര്യങ്ങളും അവിടെ വിശദീകരിക്കുകയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറയുന്നതും കൂടി നിങ്ങൾ സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങൾ നബി സല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് നൽകുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, അവിടുന്ന് എന്താണോ വിലക്കുന്നത് അത് ഒഴിവാക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ മാത്രമായിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ക്. റിസ്കുകളിൽ വിശിഷ്ടമായതും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കാരമായി നിശ്ചയിച്ചതും ആരാണ് അള്ളാഹുവിന്റെ അടിമകൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്ന് ആയത്തിൽ അള്ളാഹു ചോദിക്കാൻ. മൻ ഹറമ സീനത്ത് അല്ലാഹ്, ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അലങ്കാരങ്ങൾ നിഷിദ്ധമാക്കിയത്? അവന്റെ അടിമകൾക്ക് വേണ്ടി അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ അലങ്കാരമുണ്ടോ അതൊക്കെ സ്വീകരിക്കാം എന്നുള്ളതാണ്. എന്നാൽ സുന്നത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അലങ്കാരമായ സ്വർണം ധരിക്കാൻ പാടില്ല, പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല. ഇത് തീർച്ചയായും അലങ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ 2 കൈകളിലായി ഒരു കൈയിൽ പട്ടും ഒരു കൈയിൽ സ്വർണവും കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഹാദാനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി ഹില്ലുൻ ലിഇനാസിഹിമാ. ഇത് എന്റെ ഉമ്മത്തിലുള്ള പുരുഷന്മാർക്ക് നിഷിദ്ധവുമാണ്, എന്നാൽ ഇത് സ്ത്രീകൾക്ക് ഹില്ലുൻ ലിഇനാസിഹ, സ്ത്രീകൾക്ക് അത് ഹലാലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ഇത് സഹോദരങ്ങളെ, ഖുർആനിൽ എല്ലാ അലങ്കാരങ്ങളും അള്ളാഹു അനുവദിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഈ 2 കാര്യങ്ങൾ അത് നിഷിദ്ധമാണ് എന്ന് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രത്യേകം പഠിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതെല്ലാം സഹോദരങ്ങളെ ഖുർആൻ കൊണ്ട് മാത്രം ഒരാൾക്ക് എന്തിന് സാധിക്കുകയില്ല, ഖുർആൻ കൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, അള്ളാഹുവിനെ ഇബാദത്ത് എടുത്ത് ജീവിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അതോടൊപ്പം തന്നെ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരെ കൃത്യമായി സുന്നത്തിനെ പിൻപറ്റേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്താണോ നൽകിയത് അത് നിങ്ങൾ സ്വീകരിക്കുക, അവിടുന്ന് എന്താണോ വിലക്കിയിട്ടുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഹാദാ ശാമിലുൻ ലി ഉസൂലുദ്ദീനി വഫുറൂഇഹി. ഇത് ദീനിന്റെ അടിസ്ഥാനങ്ങളിലും അതിന്റെ ശാഖാപരമായ കാര്യങ്ങളിലും എല്ലാത്തിലും ബാധകമാണ്. വിശ്വാസ കാര്യങ്ങളിലും കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിലും എല്ലാത്തിലും നിങ്ങൾക്കിത് ബാധകമാണ്. വഅന്നമാ ജാഅ ബിഹി അർ-റസൂലു യതഅയ്യനു അൽ ഇബാദി അൽ അഖ്ദു ബിഹി വത്തിബാഉഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് അടിമകൾക്ക് അത് സ്വീകരിക്കൽ, അത് അനുധാവനം ചെയ്യൽ നിർബന്ധമാണ്. വല തഹില്ലു മുഖാലഫതുഹു, അതിന് വിരുദ്ധമാകുക, അതിനെതിരായി പ്രവർത്തിക്കുക എന്നുള്ളത് അവർക്ക് അനുവദനീയമല്ല. വഅന്ന നസ്സ റസൂലി അലാ ഹുക്മി ഷൈ കനസ്സില്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല നസ്സ് പോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസ്സ്. ഹദീസിൽ വന്നതും ഖുർആനിൽ വന്നതും ഒരേ പദവിയിലാണ് അത് തെളിവാകുക എന്നുള്ള കാര്യത്തിൽ. ലാ റുഖ്സത ലി അഹദിൻ വലാ ഉദ്റ ലഹു ഫി തർക്കിഹി, അത് ഉപേക്ഷിക്കുക എന്നുള്ളതിന് ഒരാൾക്കും ഒരളവുമില്ല, ഒരു ഒഴികഴിവുമില്ല. വലാ യജൂസു തഖ്ദീമു ഖൗലി അഹദിൻ അലാ ഖൗലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിന് മീതെ മറ്റൊരാളുടെ സംസാരം കൊണ്ടുവരാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി സഹോദരങ്ങളെ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം അല്ലാഹു തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളെല്ലാം എന്താണ്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അവിടെ തന്നിഷ്ടപ്രകാരം ഒന്നും ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവ്യ സന്ദേശമായി വഹിയായി നൽകപ്പെടുന്ന ഉത്ബോധനമാണ്. അതാണ് അവിടുന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അൽ മിഖ്ദാം ബിൻ മഅദി കരീം റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, അല ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു. അഥവാ തീർച്ചയായും എനിക്കിതാ ഖുർആനും അതുപോലെയുള്ളതും അഥവാ ഹദീസും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരുന്ന മാർഗം പിൻപറ്റാതെ ഒരാൾക്കും എന്തിനു സാധിക്കുകയില്ല, ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ദീനുൽ ഇസ്ലാം 5 കാര്യത്തിന്മേലാണ് പടുത്തുയർത്തപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒന്നാമതായി പറഞ്ഞ കാര്യത്തിൽ യഥാർത്ഥത്തിൽ 2 കാര്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത് രണ്ടും കൂടി ഒന്നായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. കാരണം അത് രണ്ടും പരസ്പര പൂരകമായ കാര്യങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ അംഗീകരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നില്ല, അതിനൊരാൾ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ അവൻ ഇസ്ലാം പൂർത്തിയാക്കിയിട്ടില്ല, അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല, അവൻ ഈമാനുള്ളവനായി പരിഗണിക്കുകയില്ല. ഒരാൾ പറഞ്ഞു, ഞാൻ ഇബാദത്ത് അല്ലാഹു മാത്രമേ നൽകുള്ളൂ, ഒരു മനുഷ്യനും ഇബാദത്ത് നൽകുകയില്ല, കാരണം ഞാൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അടിമകൾ ഒരാൾക്കും ഇബാദത്തിന് അർഹതയില്ല എന്നൊരാൾ ശരിക്കും മനസ്സിലാക്കി. പക്ഷേ ആ ഇബാദത്ത് ഞാൻ അള്ളാഹ്ക്ക് ചെയ്യാനുള്ള
ബുദ്ധിയും ശക്തിയൊക്കെ എനിക്കുണ്ട്, എനിക്കൊരു റസൂലിനെ, ഒരു മനുഷ്യനെ, എന്നെ പോലെ ഒരു മനുഷ്യനെ ആവശ്യമില്ല എന്ന അഹങ്കാരം കാണിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായ ഒരാൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ കാഫിറാണ്. അവൻ തൗഹീദ്, ഇബാദത്തിന്റെ കാര്യത്തിൽ അവൻ തൗഹീദ് ഉള്ളവനാണ് എന്ന് വാദിച്ചാലും ശരി, അവൻ ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കുകയില്ല, ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇനി വേറൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമൊക്കെ പഠിച്ച് അവിടെ ഭയങ്കര ഇഷ്ടമായി, അവിടത്തേക്ക് ഒരുപാട് മദ്ഹൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മുഴുവനും അവൻ പിൻപറ്റി. പക്ഷേ ഇബാദത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ഏകനാക്കിയിട്ടില്ല എങ്കിൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സഹോദരങ്ങളെ ശരിയായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നതിന് തുല്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ. അള്ളാഹു തആല പറഞ്ഞല്ലോ, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരാണ് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചത്? അവൻ അള്ളാഹിനെ തന്നെയാണ് അനുസരിച്ചത്. കാരണം രണ്ടും അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ്. മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആര് അള്ളാഹിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ഹദീസിലല്ലേ? ആളുകൾക്ക് അങ്ങനെയാണ്, അതിനൊരു രണ്ടാം കിടയാണ്. ഒരു കാര്യം നിഷിദ്ധമാകുമ്പോൾ അത് ഖുർആനിലുണ്ടോ എന്നൊരാൾ ചോദിക്കുന്നു, എന്നാൽ അല്ല ഹദീസിലാണെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന ചിന്തയാണ് പലർക്കും. അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല, ഹദീസിൽ വന്നതല്ലേ, അപ്പൊ അത് നിഷിദ്ധമായിരിക്കും, ചിലപ്പോൾ കറാഹത്തായിട്ടായിരിക്കും. അങ്ങനെ ഇല്ല സഹോദരങ്ങളെ. ഒരു കാര്യം ഖുർആനിലോ ഹദീസിലോ വന്നതിന്റെ അതിൽ വ്യത്യസ്തമായി പോയി എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല അത് ഹറാമോ കറാഹത്തോ ആയി മാറിപ്പോകുന്നത്, മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഹദീസിൽ വന്നതാണെങ്കിലും ശരി, ഖുർആനിന്റെ ഒരു ആയത്തിൽ വന്നതാണെങ്കിലും ശരി, രണ്ടും സഹോദരങ്ങളെ രണ്ടിനും ഒരേ തുല്യാണ്, ഒരേ പദവിയാണ്, തെളിവാണെന്നുള്ള കാര്യത്തിൽ ഒരേ പദവിയാണ്. അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. ഞാൻ ഒരു പ്രവാചകനെ നിയോഗിച്ചിട്ടില്ല ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നിങ്ങൾ അവനെ അനുസരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അഥവാ പ്രവാചകന്മാർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ അനുസരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്. ആരെന്നെ അനുസരിച്ചോ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. വമൻ അസാനി ഫഖദ് അസല്ലാഹ്. ആരെന്നെ ധിക്കരിച്ചോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ പറഞ്ഞിരിക്കുക. മാത്രമല്ല, ഈ സുന്നത്ത് എന്ന് പറയുന്നത് സമ്പൂർണ്ണമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ടു പോകുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുഴുവൻ പഠിച്ചാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്താണ് അവൻ അവിടെ ചെയ്യേണ്ടത് എന്നുള്ള ഉത്തരം, വ്യക്തമായ ഉത്തരം അവൻ ലഭിക്കുന്നതായിരിക്കും. വ്യക്തമായ ഉത്തരം അവൻ ലഭിക്കുന്നതായിരിക്കും. ഒരിക്കൽ സൽമാൻ ഫാരിസിയോട് ഒരു റളിയല്ലാഹു അൻഹു ചിലർ ചോദിച്ചു, യഹൂദികളാണെന്നാണ്, ഖദ് അല്ലമക്കും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല ഷൈ. നിങ്ങളുടെ നബി എല്ലാം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? എന്നിട്ട് ലേശം പരിഹാസത്തോടു കൂടിയാണ് അവർ ചോദിച്ചത്. ഹത്തൽ ഖിറാഅ, അഥവാ മലമൂത്ര വിസർജനങ്ങൾ വരെ, അതുമായി ബന്ധപ്പെട്ട മര്യാദകൾ വരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫഖാല അജൽ, അതെ, ലഖദ് നഹാന അൻ നസ്തഖ്ബിലൽ ഖിബ്ലത ലിഗായിത്തിൻ ഔ ബൗലിൻ ഔ നസ്തൻജി ബിൽ യമീനി ഔ നസ്തൻജി ബിഅഖൽ മിൻ സലാസതി അഹ്ജാരിൻ ഔ നസ്തൻജി ബിറജീഇൻ ഔ ബിഅൽ. ഇത് മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട മര്യാദകളാണ്. അത് പറയുമ്പോൾ അദ്ദേഹം വളരെയധികം ഫഖ്റോട് കൂടിയാണ് അദ്ദേഹം പറയുന്നത്, അഥവാ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. മുസ്ലിമീങ്ങളിൽ പലർക്കും അതാണ്. ഇസ്ലാമിന്റെ മര്യാദകളൊക്കെ, ഫിഖഹിന്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് പൊതുസമൂഹമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ കുറച്ചിൽ പോലെയാണ്. സഹോദരങ്ങൾ, അഭിമാനത്തോടുകൂടി നമുക്ക് ഏതേത് രംഗങ്ങളിലും ഇസ്ലാമിന് അതിൻ്റെതായ നിർദ്ദേശങ്ങളുണ്ട്. അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയാണ്, ലഖദ് നഹാന അൻ നസ്തഖ്ബിലൽ ഖിബ്ല ലിഗായിത്തിൻ ഔ ബൗലിൻ. നമ്മൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നമ്മൾ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാൻ പാടില്ല. ഔ നസ്തൻജി ബിൽ യമീൻ, അതുപോലെ വലത് കൈകൊണ്ട് നമ്മൾ മാലിന്യം നജസ് വൃത്തിയാക്കുന്നത് പാടില്ല, അഥവാ മലമൂത്ര വിസർജ്യം ചെയ്യുന്നത് പാടില്ല. ഔ നസ്തൻജി ബിഅഖൽ മിൻ സലാസതി അഹ്ജാരിൻ, അതുപോലെ കല്ലുകൊണ്ടാണ് ശുദ്ധിയാക്കുന്നതെങ്കിൽ മൂന്നിൽ കുറവ് അത് പാടില്ല. ഔ നസ്തൻജി ബിറജീഇൻ ഔ ബിഅൽ, എല്ലോ കാഷ്ടമോ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നജസ് വൃത്തിയാക്കാൻ പാടില്ല എന്ന് സഹോദരങ്ങളെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അഥവാ ദീനുൽ ഇസ്ലാം എല്ലാ മേഖലകളും, സുന്നത്ത് എല്ലാ മേഖലകളിലും ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ സുന്നത്തിനെ കുറിച്ചിട്ടുള്ള അജ്ഞതയാണ്. അത് പഠിക്കാതിരിക്കുമ്പോഴാണ് ദീനിൽ ഒരുപാട് നാട്ടാചാരങ്ങൾ എന്ന പേരിലും ബിദ്അത്തുകളായും മറ്റുമൊക്കെ കടന്നുകൂടുന്നത്. ഇത് ഈ സുന്നത്ത് ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ മേഖലകളും സന്തോഷകരമായതും എളുപ്പമുള്ളതുമായി തീരും. അല്ലെ, കല്യാണമാകട്ടെ, മരണമാകട്ടെ, ഇതെല്ലാം നോക്കൂ സഹോദരങ്ങളെ, ഇതിലെന്താണ് സുന്നത്തിലുള്ളത്, ഇതെന്താണ് പിന്നീട് നാട്ടാചാരമായി കടന്നുകൂടിയത്, ബിദ്അത്തായി കടന്നുകൂടിയത് എന്ന് വേർതിരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ റാഹത്തുള്ള കാര്യമാണ്. വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യമേ ഇല്ല. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയോട് യോജിക്കുന്ന കാര്യമായിരിക്കും എല്ലാ മേഖലകളിലും സുന്നത്തിൽ ഉണ്ടാവുക. ആ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ അയാൾക്ക് ഹൃദയത്തിൽ വിശാലതയുണ്ടാകും, സമാധാനമുണ്ടാകും, വലിയ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ കൂടുതൽ അവൻ അടുക്കാൻ സാധിക്കും. എന്നാൽ അതല്ലാത്ത കാര്യങ്ങളിലൂടെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, അമലുകൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള അമലുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുമില്ല. അതാണ് തൗഹീദ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് ചേർത്താൽ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കാനുള്ള നിബന്ധനയാണിത്.
തൗഹീദും സുന്നത്തും സഹോദരങ്ങളെ, ഇത് ഇബാദത്തുകൾ സ്വീകരിക്കാനുള്ള നിബന്ധനയാണത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആരെങ്കിലും ഒക്കെ എന്റെ കൽപ്പന ഇല്ലാത്തൊരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തള്ളിക്കളയുന്നതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, ഒരാൾ നല്ല തൗഹീദുണ്ട്, അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്തുകൾ അർപ്പിക്കുന്നുള്ളൂ, പക്ഷേ ആരാധനയുടെ കാര്യത്തിൽ പുതുതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത വല്ലതും അവൻ കൊണ്ടുവന്നാൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഇനി വേറൊരാൾ സുന്നത്തനുസരിച്ചാണ് നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, സക്കാത്തൊക്കെ കൊടുക്കുന്നുണ്ട്, എല്ലാം സുന്നത്തനുസരിച്ച് വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് കൊടുക്കുന്നു, പക്ഷെ അവന്റെ തൗഹീദ് ഇല്ല എങ്കിൽ അതും റബ്ബ് സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദും സുന്നത്തും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമാണ് യഥാർത്ഥ സാലിഹായ അമലുകൾ അവന് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു കർമ്മം അത് അൽ അമലു സാലിഹ്, സൽക്കർമ്മം എന്ന് പറയപ്പെടണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കണം. ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ അവസാനം ഓതുന്നതാണ്. ആരെങ്കിലും നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹൻ, അവൻ സാലിഹായ അമൽ ചെയ്യണം. മഹാൻ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. സുന്നത്തിനോട് യോജിക്കുന്ന അമലിനാണ് അത് പറയുന്നത്. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, തൗഹീദുള്ളവനായിരിക്കണം. അഥവാ അള്ളാഹനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ തൗഹീദും സുന്നത്തും അനുസരിച്ച് മുന്നോട്ട് പോകണം. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്തുകൾ അർപ്പിച്ച് ആ ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗത്തിലൂടെ കൊണ്ടുപോകണം. എങ്കിലേ റബ്ബ് സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയുള്ളൂ. അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നീ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് കൂടിയാണ് സുന്നത്ത്. നീ സുന്നത്ത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, എത്രത്തോളം നീ പിൻപറ്റുന്നു എന്നത് നിനക്ക് അള്ളാഹിനോടുള്ള സ്നേഹമുണ്ട് എന്നറിയിക്കാനുള്ള ഭൂമിയിൽ ഒരേ ഒരു മാർഗമാണത്. അല്ലെ, സ്നേഹം എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്. പക്ഷെ അതുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവൻ സുന്നത്തിനെ സ്നേഹിക്കുന്നുണ്ടോ, സുന്നത്തിനെ പിൻപറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഒരു ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരത് ഒരു പരീക്ഷണത്തിന്റെ ആയത്ത് എന്നാണ് പറഞ്ഞത്. ആർക്കും വാദിക്കാൻ സാധിക്കില്ല എനിക്ക് അള്ളാഹിനോട് സ്നേഹമുണ്ട് എന്ന് ആർക്കും വാദിക്കാൻ സാധിക്കില്ല. ഈ ആയത്തിന്റെ മുന്നിൽ തകർന്നു പോകും. കാരണം ഈ അള്ളാഹിനോടുള്ള സ്നേഹം അത് റസൂലുള്ളാഹിനോടുള്ള ഇത്തിബാഉമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നബിയെ പറയുക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അല്ലെ, പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയിട്ട് മുനാഫിക്കുകളും മറ്റുമൊക്കെ നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, നമുക്ക് അള്ളാഹിനോട് ഭയങ്കര സ്നേഹമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. എന്നെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറയുന്ന പലരും ഇന്നും ഉണ്ട്. അള്ളാഹിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. പക്ഷേ എന്താണ് അള്ളാഹിനോട് ഇഷ്ടമുള്ള ആളുകൾ ചെയ്യേണ്ടത്? ഫത്തബിഊനി, നബിയെ പറയുക, നിങ്ങൾ എന്നെ പിൻപറ്റണം. എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റുന്ന ആളുകൾക്ക് അള്ളാഹിന്റെ സ്നേഹം കിട്ടും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം പാപങ്ങൾ പുറത്തു തരുന്ന അങ്ങേയറ്റം കരുണയുള്ളവനാണ് എന്ന് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹിനോടുള്ള സ്നേഹത്തെ അറിയിക്കുന്ന കാര്യമാണ് നമ്മുടെ ഇത്തിബാഉ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറയുന്നത്. ഇനി ഈ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പിന്നീട് നമ്മൾ നോക്കിയാൽ അതിൽ നിർബന്ധമായി പിൻപറ്റേണ്ട വാജിബായ കാര്യമുണ്ടാകും. നാം നേരത്തെ കർമ്മശാസ്ത്ര വിഷയത്തിൽ കേട്ട നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ ഉണ്ടാകും. ഇത് രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ചിലർ വിചാരിക്കുന്ന സുന്നത്ത് പിൻപറ്റിയാൽ നല്ലത്, ഖൈറാണ്, അത് പിൻപറ്റൽ നിർബന്ധമൊന്നുമില്ല. അങ്ങനെയല്ല, സുന്നത്തിൽ നിർബന്ധമായി പിൻപറ്റേണ്ട കാര്യമുണ്ടാകും. എന്നാൽ അതേപോലെ തന്നെ പിൻപറ്റിയാൽ അതിൽ പ്രതിഫലാർഹമാകുന്ന കാര്യമായിട്ട് ഉണ്ടാകും. ഇത് രണ്ടും സഹോദരങ്ങളെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വേർതിരിച്ച് മനസ്സിലാക്കുന്നിടത്തുള്ള പാകപ്പിഴവുകളാണ് പലപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തിൽ കൽപ്പിച്ച കാര്യങ്ങൾ ജനങ്ങളിൽ ഇല്ലാതെ പോയിട്ടുള്ളത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. താടിയുടെ വിഷയം പലരും ധരിച്ചിരിക്കുന്നത് അത് ദീനിലൊക്കെ വലിയ അറിവൊക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ മാത്രം അത് വളർത്തിയാൽ മതി. അങ്ങനെ എല്ലാ മുസ്ലിങ്ങളും പൊതു മുസ്ലിങ്ങൾക്കൊന്നും അതിൽ വലിയ ബാധ്യതയൊന്നുമില്ല. അതങ്ങനെ എല്ലാവരും വളർത്തേണ്ടതില്ല. വലിയ ഉസ്താദുമാരൊക്കെ വളർത്തിയാൽ മതി. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 5ഓളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. 5 ഹദീസുകളും കൽപ്പനാ സ്വരത്തിലാണ്. വഫിറുൽ ലിഹ, നിങ്ങൾ താടി സമൃദ്ധമായി വളർത്തുക. ഔഫുൽ ലിഹ, താടി നിങ്ങൾ വിട്ടേക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകങ്ങളൊക്കെ അങ്ങനെയാണ്. താടി വിട്ടേക്കുക, സമൃദ്ധമായി വളർത്തുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. ഈ കൽപ്പന അത് കൽപ്പനയല്ല, അത് നിർബന്ധത്തിനുള്ള വാജിബിനുള്ള കൽപ്പനയല്ല എന്നറിയിക്കണമെങ്കിൽ മറ്റു തെളിവുകൾ വരേണ്ടതുണ്ട്. ആ തെളിവുകൾ എങ്ങനെ വരണമായിരുന്നു? ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലൊക്കെ താടി വടിച്ച് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. നഊദു ബില്ലാഹ്, അങ്ങനെ ഒരു അവസ്ഥ ഇല്ല.
അല്ലെങ്കിൽ ഇത് കേട്ടിട്ടും സഹാബികൾ താടി വെക്കാതെ 1-2 സഹാബികളൊക്കെ ഉണ്ടായിരുന്നു, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നു, എന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വരണമായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവിടെ പറഞ്ഞ കൽപ്പന അത് ഉജൂബിനല്ല, അത് വളരെ പുണ്യകരമാണെന്നുള്ള അർത്ഥത്തിലായിരിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കും സഹോദരങ്ങളെ. ഇനി ഇത് വാജിബിനല്ല എന്ന് സങ്കല്പിക്കുക. നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് എത്രമാത്രം പ്രതിഫലം കിട്ടുന്ന കാര്യമായിരിക്കും, എത്രമാത്രം ഉപകാരമുള്ള കാര്യമായിരിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സ്നേഹമുണ്ട് എങ്കിൽ അവിടുന്ന് പറഞ്ഞ ഒരു കൽപ്പന നമ്മൾ പിൻപറ്റാതിരിക്കുമോ? നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ റസൂൽ തന്നെ ഓരോ ഹദീസ് കേൾക്കുമ്പോഴും നമ്മുടെ മുന്നിൽ വന്ന് നമ്മോട് പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കണം. അതല്ല നമ്മൾ ബുക്കിലുള്ള ആ ബുക്കിന്റെ രചയിതാവ് എഴുതിയ കാര്യമല്ല അത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഒരു ഹദീസ് കൊണ്ടുതരുമ്പോൾ ഇമാം ബുഖാരി കൊണ്ടുവന്ന കാര്യമല്ല അത്. ഇമാം ബുഖാരി നീണ്ട വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടിച്ച് സനദുകളൊക്കെ ശേഖരിച്ച് സ്വഹീഹായി നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറയുന്നത് പോലെ അത് കേൾക്കാൻ സാധിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആ രൂപത്തിൽ പറയുകയാണ്. അത് റസൂൽ ഇന്ന് നമ്മുടെ മുന്നിൽ വന്ന് ഈ മസ്ജിദിൽ വന്ന് 4-5 ആളുകൾ അത് പിൻപറ്റുന്നില്ലെങ്കിൽ അവരോട് നേരിട്ട് പറഞ്ഞാൽ പിറ്റേന്ന് വരുമ്പോൾ, ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ, ഒരു മാസം കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും റസൂലുള്ളാഹിന്റെ മുന്നിൽ ആ സുന്നത്ത് പിൻപറ്റാതെ, അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ പിൻപറ്റാതെ അത് നമുക്ക് കാണിക്കാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും അത് ചെയ്യുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ഹദീസിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, ഗൗരവത്തിൽ കാണേണ്ടതാണ്. മുൻഗാമികളിൽ ചിലർ ഹദീസുകളോടുള്ള ആദരവ് കാരണത്താൽ അവർ ആ രൂപത്തിൽ ഹദീസുകൾ കേൾക്കുന്ന സമയത്ത് അവരുടെ നിറം മാറുമായിരുന്നു എന്നുള്ളതാണ്. അവർ പേടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സുന്നത്ത് ഹദീസുകൾ വായിക്കുമ്പോൾ മറ്റ് സംസാരങ്ങൾ സംസാരിക്കുന്ന പോലെയല്ല, അവരവരുടെ എല്ലാ കാര്യങ്ങളും മാറും. അതുവരെ അവർ സംസാരിച്ച രീതി മാറും. റസൂലുള്ളാഹിന്റെ വാക്കാണ് ഈ കേൾക്കാൻ പോകുന്നത്. വേറെ ചിലർ അതിന് സദസ്സുകൾ ഒരുക്കുമ്പോൾ തന്നെ അവിടെ നല്ല രൂപത്തിൽ ഊതൊക്കെ കത്തിച്ച് പുകയിച്ച് അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ഹദീസുകൾ പറയുക എന്നുള്ളതാണ്. അത്രയും ആദരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് ഖേദകരമായ അവസ്ഥയാണ്. റസൂലുള്ളാഹിനോട് വളരെ സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ കാട്ടിക്കൂട്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ്. നബിദിനം അത് സുന്നത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇനി വേറെ ചിലർ സുന്നത്തിലില്ലെങ്കിലും അത് കുഴപ്പമില്ല, നമുക്കങ്ങനെ സുന്നത്തൊക്കെ പിന്നീട് ദീനിൽ കൊണ്ടുവരാൻ സാധിക്കും, അത് പ്രശ്നമില്ല എന്ന രൂപത്തിൽ കാണിക്കുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് ഒരുപാട് ബിദ്അത്തുകളാണ് കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്ത, അവിടുന്ന് കാണിച്ചു തരാത്ത ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും. എന്നാൽ ഇവരുടെ ഓരോരുത്തരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ പിൻപറ്റുന്നുണ്ടാവുകയില്ല. അതങ്ങനെയാണ്. നിറകുടം ആണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതിൽ ബിദ്അത്തുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം തീർച്ചയായും സുന്നത്തുകൾ പുറത്തു പോയിരിക്കും. ബിദ്അത്തുകാരന് ലഭിക്കുന്ന ദുനിയാവിലുള്ള ഏറ്റവും വലിയൊരു ശിക്ഷയാണ് ബിദ്അത്തിലേക്ക് പ്രവേശിച്ചാൽ അവന് സമാനമായ സുന്നത്തുകൾ അവന്റെ ജീവിതത്തിൽ ഇല്ലാതായിത്തീരും. ബിദ്അത്തിന് ദുനിയാവിൽ തന്നെ കിട്ടുന്ന ഒരു ശിക്ഷയാണ്. ബിദ്അത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ സുന്നത്തുകൾ ഇല്ലാതായിത്തീരും. അങ്ങനെ സുന്നത്തുകൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. അവിടെ നിർബന്ധമായി പറഞ്ഞ കാര്യം നിർബന്ധമായി തന്നെ പിൻപറ്റണം. അല്ലാണ്ട് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ എത്ര കൃത്യമായി പറഞ്ഞു. വസ്ത്രം അത് 2 നെരിയാണി വിട്ട് താഴെ പോയി കഴിഞ്ഞാൽ അത് നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മുസ്ലിമീങ്ങൾ എത്രയോ ആളുകൾ നമുക്ക് കാണാൻ പറ്റും വളരെ നിസ്സാരമായി കാണാൻ. എന്താണ് അവർക്ക് നിസ്സാരമായി കാണാൻ തോന്നുന്നതിന്റെ അടിസ്ഥാനം എന്താണ്, ആധാരം എന്താണ്? അവർ ദുനിയാവിൽ അവർക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത മതത്തിലും വ്യത്യസ്ത ആദർശങ്ങളിലൊക്കെയുള്ള ആരെയൊക്കെയോ കണ്ട് അനുകരിക്കുന്ന ആളുകളുടെ മുന്നിൽ അവനൊരു അപകർഷതാബോധം. ഞാൻ എനിക്ക് നെര്യാണിന്റെ മുകളിലൊക്കെ ഒന്ന് തുണി കയറ്റി കൊടുത്താൽ, ഞാൻ നെര്യാണിക്ക് മുകളിൽ പാൻസ് കയറ്റി കൊടുത്താൽ അവനൊരു അപകർഷതാബോധം തോന്നുകയാണ്. സുന്നത്തിനോട് അവൻ എന്തില്ല, സുന്നത്തിനോട് ഒരു താല്പര്യം അല്ലെങ്കിൽ സുന്നത്തിനോട് അതിനോടുള്ളൊരു ഫഖർ, അഭിമാനത്തോടുകൂടി ഞാൻ റസൂലുള്ളാഹിന്റെ സുന്നത്താണ് പിൻപറ്റുന്നത് എന്ന് അവന് പറയാൻ സാധിക്കുന്നില്ല. അവൻ മടിയാണ്. ഒരു ഇസ്ലാമികമായ വേഷം ധരിക്കാൻ ആണിനും പെണ്ണിനും ഒക്കെ മടിയാവുകയാണ്. ദീനിന്റെ കോലം അതിലൂടെ നടക്കാൻ ആണിനും പെണ്ണിനൊക്കെ മടിയാവുകയാണ്. അവൻ ഈ ചുറ്റുമുള്ള അവന്റെ സാഹചര്യങ്ങളിൽ അവരെ കാണിക്കുന്നതിന് വേണ്ടി, അവരെ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് നമുക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടാകണം. ആ സുന്നത്തുകൾ നമ്മൾ പിൻപറ്റുമ്പോഴാണ്, ആ സുന്നത്തിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവിധ ളലാലത്തിൽ നിന്നും വഴികേടിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. അതുകൊണ്ട് നിങ്ങൾ എന്റെ സുന്നത്ത് പിൻപറ്റണം, അത് എന്റെ ചര്യ പിൻപറ്റണം. ഞാൻ കാണിച്ചു തന്ന മാർഗം, അതിൽ നിർബന്ധവും സുന്നത്തും ഒക്കെ ഉണ്ടാകും, വിശ്വാസ കാര്യങ്ങളും ആചാര കർമ്മങ്ങളും ഒക്കെ ഉണ്ടാകും. അത് നിങ്ങൾ പിൻപറ്റണം, അതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ അതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. എന്നിട്ട് എങ്ങനെയാണ് പിൻപറ്റാൻ പറഞ്ഞത്? വസുന്നത്തുൽ ഖുലഫാഇൽ മഹ്ദിയീൻ റാഷിദീൻ, എന്റെ റാഷിദീങ്ങളായ
സന്മാർഗികളായ ഹിദായത്ത് ലഭിച്ചിട്ടുള്ള എൻ്റെ ഖുലഫാക്കളുടെ സുന്നത്തും കൂടി നിങ്ങൾ പിൻപറ്റണം. കാരണം അപ്പോഴാണ് സ്വഹാബികളെ മനസ്സിലാക്കിയതുപോലെ എൻ്റെ സുന്നത്തിനെ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് വഴികേടിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് അങ്ങനെ പറഞ്ഞു, തമസ്സകു ബിഹാ, ആ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹ ബിന്നവാജിസ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ഈ സുന്നത്ത് ഒഴിവാക്കിക്കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ദീനിൽ കൊണ്ടുവരാൻ പാടില്ല. പുതിയ പുതിയ കാര്യങ്ങൾ ദീനിൽ കൊണ്ടുവരാൻ പാടില്ല. ഇത് ദീനിന്റെ കാര്യമാണെന്ന് വളരെ വ്യക്തമല്ലേ സഹോദരങ്ങളെ? ഇതിൽ ദുനിയാവൊക്കെ പെടുത്തിയിട്ട് പല ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളില്ലേ? ഇഥവാ നിങ്ങൾ ദുനിയാവ് ഇപ്പം മൈക്ക് ഉപയോഗിക്കുന്നില്ലേ, നിങ്ങൾ കാർ ഉപയോഗിക്കുന്നില്ലേ, അപ്പം അതൊക്കെ പോലെ തന്നെയാണ് ഇബാദത്തുകളും അങ്ങനെ കൊണ്ടുവരാം എന്ന് പറയുന്നവർ യഥാർത്ഥ സ്വഹാബികൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുകയല്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഗൗരവത്തിൽ പറഞ്ഞ ഈ ഉപദേശം സ്വഹാബികൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം സ്വഹാബികൾ പിന്നീട് പള്ളി മാറ്റിപ്പണിഞ്ഞിട്ടുണ്ട്. സ്വഹാബികൾ പള്ളി അത് വിശാലമാക്കിയിട്ടുണ്ട്. സ്വഹാബികൾ അങ്ങനെ ഭൗതികമായ എല്ലാ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ മുഴുവൻ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തെറ്റാണ് എന്നവർ പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ഒരു തെറ്റിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് രണ്ടും രണ്ടാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന പുതുതായ കാര്യങ്ങൾ കൊണ്ടുവരരുത് എന്ന് ഉദ്ദേശിക്കുന്നത് ദീനിന്റെ കാര്യത്തിലാണ് എന്ന് വളരെ വ്യക്തമായ കാര്യമാണ്. പക്ഷേ അവർ ദുനിയാവിന്റെ കാര്യങ്ങളെല്ലാം കൂട്ടിക്കുഴച്ചുകൊണ്ട് എല്ലാം വേണം, എല്ലാ ബിദ്അത്തുകളും വേണം എന്നാണ് അവർ പറയുന്നത്. വഇയ്യാകും മുഹ്ദസാത്തിൽ ഉമൂർ, പുതുതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫൈന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തുൻ വലാല, കാരണം പുതുതായി ഉണ്ടാക്കുന്നതെല്ലാം ബിദ്അത്ത് എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് പിന്നീട് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള നിയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് വേറെ ഒരു കാറ്റഗറി ഇല്ല. പിന്നെ കുല്ല മുഹദ്ദസത്തിൻ ബിദ്അ, ദീനാണെന്ന് പറഞ്ഞ് പ്രതിഫലം പ്രതീക്ഷിച്ച് പുതുതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലില്ലാത്ത, സഹാബികളുടെ സുന്നത്തിലില്ലാത്ത ഒരു കാര്യം ഒരാൾ കൊണ്ടുവന്നാൽ ബിദ്അ, ഒറ്റൊരു വരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബിദ്അത്താണ്. ആ ബിദ്അത്തോ അതിൽ നല്ലതില്ല. കുല്ല ബിദ്അത്തിൻ വലാല, എല്ലാ ബിദ്അത്തുകളും വലാലത്താണ് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അതുകൊണ്ട് സുന്നത്തായി സ്ഥിരപ്പെട്ട കാര്യം നമ്മൾ അത് ജീവിതത്തിൽ കൊണ്ടുവരിക. ഇത്തരത്തിലുള്ള പുതുതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കുക. അതോടൊപ്പം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുന്നത്ത് നമ്മൾ അത് നിർബന്ധമാണെങ്കിൽ ഒരു കാരണവശാലും അതായത് അവഗണിക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നിർബന്ധ ബുദ്ധിയാൽ പറഞ്ഞിട്ട് നമ്മൾ അതിനെ അവഗണിച്ചിട്ടുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. മുൻഗാമികൾ, സഹാബികൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുൻഗാമികളായ സഹാബികൾ അവർ എന്ത് ചെയ്യുമായിരുന്നു? സുന്നത്തായ ഒരു കാര്യം പോലും അഥവാ നിർബന്ധമല്ലാത്ത കാര്യങ്ങൾ പോലും ഉപേക്ഷിക്കുന്നതിന് അവർ പേടിച്ചിരുന്നു. എന്തുകൊണ്ട്? ഖുർആനിൽ ഒരു ആയത്ത് കൊണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൽയഹ്ദർ, കരുതിയിരിക്കട്ടെ, അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അദ്ദേഹത്തിന്റെ കൽപ്പനകളിൽ നിന്നും വ്യതിചലിച്ച് അതിനോടെതിരായി ജീവിക്കുന്നവർ കരുതിയിരിക്കട്ടെ. അള്ളാഹിന്റെ താക്കീതാണ്. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ബാധിക്കുമെന്ന്. ഔ യുസീബഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ടാകുമെന്ന്. അള്ളാഹിന്റെ വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ഇന്നതാണ് എന്ന് സ്ഥിരപ്പെട്ട് മനസ്സിലായിട്ട് അതിനോട് എതിരാവുക, അതിനെ സ്വീകരിക്കാതിരിക്കുക, അതിനെ കൊച്ചാക്കി കളയുക, അതൊന്നും ഈ കാലഘട്ടത്തിൽ യോജിക്കുകയില്ല. അതിന് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുകയില്ല. ഈ കാലഘട്ടത്തിലൊന്നും ആ ഹദീസുകളൊക്കെ നമുക്ക് ബഹുമാനപൂർവ്വം മാറ്റിവെക്കണം എന്ന് പറയുന്ന ആളുകൾ ഇന്ന് കണ്ടിട്ടില്ലേ? ഇമാം ബുഖാരിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസുകളെ 60ഓളം ഹദീസുകൾ ഞാൻ ഇതാ നിഷേധിച്ച് മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ട് ഇവിടെ. അവർ ഇസ്ലാഹി പ്രവർത്തകരാണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഇസ്ലാഹ് ഉണ്ടാക്കുന്നത്? ഭൂമിയിൽ ഫസാദാണ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ നിഷേധിച്ച് കളഞ്ഞാൽ. സഹോദരങ്ങൾ ചിന്തിക്കണം, അള്ളാഹിന്റെ വാക്കാണത്. ഫൽയഹ്ദർ അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി, റസൂലുള്ളാഹിന്റെ കൽപ്പന ഉണ്ടായിട്ട് എതിര് പ്രവർത്തിക്കുന്നവർ കരുതണം. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ഭയപ്പെടും, അവർക്ക് ഫിത്ന ബാധിക്കും. ഔ യുസീബഹും അദാബുൻ അലീം, പരലോകത്തെത്തിയാൽ വേദനയേറിയ ശിക്ഷയാണുള്ളത്. അതുകൊണ്ട് കരുതിയിരിക്കട്ടെ. ബുദ്ധി കൊണ്ട് കളിച്ചുകൊണ്ട് ഹദീസുകളെ കാണുമ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് എത്ര ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്? ഹദീസുകളെ പരിഹസിക്കുന്ന ആളുകൾ, ഹദീസിന് വേണ്ടത്ര വില നൽകാത്ത ആളുകൾ. അത് ഹദീസിലല്ലേ, ഖുറാനിലുണ്ടെങ്കിൽ പറയ് എന്ന് പറഞ്ഞ ഹദീസിനെ കൊച്ചാക്കുന്ന ആളുകൾ. ഫൽയഹ്ദർ, അള്ളാഹിന്റെ വാക്കാണ്, നിങ്ങൾ കരുതിയിരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയാൽ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. അത് വാജിബാണെങ്കിൽ വാജിബിനുള്ളതാണ്, സുന്നത്താണെങ്കിൽ സുന്നത്തിനുള്ളതാണ്. വളരെയധികം പ്രതിഫലാർഹമായ കാര്യമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, സുന്നത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന സ്ഥിരപ്പെട്ട ഹദീസുകളെ കുറിച്ച് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ കളവ് ആരോപിച്ചു കണ്ട് ഒരു പരമ്പരയും ഇല്ലാതെ ഹദീസുകൾ എന്നുള്ള പേരിൽ അത് ഹദീസ് എന്ന് പറയുകയില്ല. മൗലു ആയ വാക്യങ്ങൾ കാണാൻ പറ്റും. ഖാൽ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തോന്നിവിടുക, അതല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ആ പരമ്പര ഉറപ്പുവരുത്താൻ സാധിക്കാത്ത രൂപത്തിൽ ആരെങ്കിലും ഓർമ്മപ്പെശകുള്ള ആളുകളോ മറ്റോ ഒക്കെ പറഞ്ഞ ഉദ്ധരണികൾ പോലും ദഈഫായി മാറ്റിവെച്ചുകൊണ്ട് നമ്മളത് അമല് ചെയ്യാറില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഈ ഹദീസുകൾ എന്ന് പറഞ്ഞ് സ്ഥിരപ്പെട്ട ഹദീസുകളെ കുറിച്ച് മാത്രമാണ്.
സ്ഥിരപ്പെട്ട ഹദീസുകളെ കുറിച്ച് മാത്രമാണ് സഹോദരങ്ങൾ നമ്മൾ ഈ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള സ്ഥിരപ്പെട്ടുള്ള ഒരു ഹദീസ് അതൊരിക്കലും ഖുർആനിനെതിരാവുകയില്ല. അങ്ങനെ സ്ഥിരപ്പെട്ടുള്ള ഹദീസ് അതിലൊരിക്കലും ഒരു വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. അത് ഖുർആനിന്റെ വിശദീകരണം മാത്രമായിട്ടാണ് വരിക. ഹദീസുകൾ ഖുർആനിന്റെ വിശദീകരണം മാത്രമായിട്ടാണ് വരിക, അതൊരിക്കലും എതിരായി വരികയില്ല. അതുകൊണ്ട് അതിനു മുന്നിൽ സമ്പൂർണ്ണമായി നമുക്ക് കീഴടങ്ങാൻ സാധിക്കണം. നമ്മുടെ കിബർ നമ്മൾ നേരത്തെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. നമ്മളെ പ്രസ്ഥാനമൊക്കെ പണ്ടൊട്ടേ അങ്ങനെയാണ് പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ നമ്മളെ കാക്കകാരണന്മാരൊക്കെ പണ്ടൊട്ടേയാണ് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പുതുതായി കിട്ടിയാൽ അത് സ്വീകരിക്കുകയില്ല. ഈ ആളുകളാണ് ഇവിടെയുള്ള തൗഹീദ് സ്വീകരിക്കാത്ത ആളുകൾ വിമർശിക്കുന്നത്. അവരും പറഞ്ഞിരുന്നതാണ്, നമ്മുടെ കാക്കകാരണന്മാരൊക്കെ ഇങ്ങനെ മമ്പുറം തങ്ങളുടെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു, നമ്മുടെ കാക്കകാരണന്മാരൊക്കെ ഉള്ളാളം തങ്ങളുടെ അടുത്ത് പോയിരുന്നു, അതുകൊണ്ട് ഞങ്ങളും പോകുന്നതാണ്. ഇതേ കാര്യം തന്നെയല്ലേ വേറൊരു അർത്ഥത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ സുന്നത്തൊക്കെ എവിടെയായിരുന്നു ഇത്ര കാലം എന്ന് ചോദിക്കാം. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മളെ നേതാക്കന്മാർക്ക് അറിയില്ലല്ലോ, നമ്മൾ കുറെ കാലമായി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ, നമുക്ക് ഈ സുന്നത്തൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതിന് കൊച്ചാക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ വറബ്ബിക്, നബിയെ നിന്റെ റബ്ബാണ് സത്യം, ലാ യുഅ്മിനൂൻ, വിശ്വാസികളാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്കിടയിൽ വല്ല കുഴപ്പങ്ങളും ഉണ്ടായാൽ, നിങ്ങൾക്കിടയിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടായാൽ, എന്നിട്ട് സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, റസൂലുള്ളാഹിന്റെ ഒരു വിധി വന്നിട്ട് അതിലവർക്ക് യാതൊരു കുഴപ്പവും മനസ്സിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ മനസ്സിലുണ്ടാകാത്തിടത്തോളം കാലം നിങ്ങൾ മുഅ്മിനീങ്ങളാവുകയില്ല. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായി അതിനെ സമ്മതിച്ച് കീഴൊടുങ്ങണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് സ്ഥിരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി നീ അംഗീകരിക്കണം, പൂർണ്ണമായി അംഗീകരിക്കണം. അതിനെ പരിഹസിക്കുന്ന ആളുകളുടെ വിധി എന്താണ് സഹോദരങ്ങളെ? മഹാന്മാരായ പണ്ഡിതന്മാർ പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ, അത് വാജിബിനുള്ള കാര്യമാകട്ടെ സുന്നത്തിനുള്ള കാര്യമാകട്ടെ, ഒരാൾ പരിഹസിച്ചാൽ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. സൗദി അറേബ്യയിൽ ഉന്നത പണ്ഡിത സഭയായ അൽ-ലജ്നത്തു ദാഇമ അവരുടെ അടുക്കലൊക്കെ ചോദ്യം പോയിട്ടുണ്ട്. ഇതാ ഒരാൾ സ്ത്രീകളുടെ ഹിജാബിനെ കുറിച്ച് പരിഹസിക്കുകയാണ്, അത് ഇന്ന രൂപത്തിലാണ്, ഇന്ന കോലത്തിലാണ്, അങ്ങനെ പരിഹസിക്കുന്ന മലയാളത്തിലുള്ള വാക്കുകൾ നമുക്ക് പോലും ഖേദകരമാണ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ ഹിജാബിനെ കുറിച്ച് പരിഹസിക്കുക, അതുപോലെ തന്നെ താടിയെക്കുറിച്ച് പരിഹസിക്കുക, പുരുഷന്മാരുടെ വസ്ത്രത്തിനെ കുറിച്ച് പരിഹസിക്കുക, ഇതെല്ലാം സഹോദരങ്ങളെ മലയാളത്തിലെ ലേഖനങ്ങളായും പ്രസംഗങ്ങളായും വന്നിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ വിധിയെക്കുറിച്ച് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ പറഞ്ഞത് അത് ഒരാളുടെ മുർത്തദാക്കി കളയുന്ന, ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ ദീൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. അതങ്ങനെ വന്നിട്ടില്ല എങ്കിൽ അവന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും. ആളുകൾ വിചാരിക്കുന്നു മുർത്തദായി പോയ രണ്ട് കൊമ്പ് മുളച്ചിട്ട് ഇങ്ങനെ അറിയപ്പെടും. അങ്ങനെയൊന്നുമില്ല. നീ ഇത്തരം വാക്കുകൾ പറഞ്ഞാൽ അത് തമാശക്കാണെന്ന് പറഞ്ഞാലും ശരി, കാര്യമായിട്ട് പറഞ്ഞാലും ശരി, ദീനുൽ ഇസ്ലാമിനെ പരിഹസിക്കുന്ന വിഷയത്തിൽ അങ്ങനെ തമാശയെന്നോ സീരിയസ് എന്നോ ഇല്ല. നീ തമാശക്ക് പറഞ്ഞതാണെങ്കിൽ ശരി, നീ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്താണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നാവിനെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാവിനെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് ദീനിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുക, അതിനെ കൊച്ചാക്കി കളയുക എന്നുള്ളത്. കൊച്ചാക്കി കളയുന്ന കാര്യങ്ങൾ പലപ്പോഴും കാണാൻ സാധിക്കും. അല്ല, ഇവിടെ ഹിജാബിന്റെ വിഷയത്തിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്താണ്? യുക്തിവാദികൾ പറയുന്ന വാദങ്ങളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്ന വാദങ്ങളാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർക്ക്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുള്ളൂ. വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഒന്ന്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശരീരം മുഴുവൻ, മുഖം ഉൾപ്പെടെ മറക്കൽ നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ്. അതിനുള്ള ധാരാളക്കണക്കിന് സ്വഹാബികളുടെ സംസാരങ്ങൾ മുതലുള്ള തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് അത് നിർബന്ധമില്ല, എന്നാൽ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്, വളരെയധികം പ്രതിഫലാർഹമായ കാര്യമാണ്. എന്നാലും ഫിത്നകൾ ഉണ്ടാകുന്ന കാലത്ത്, പുരുഷന്മാരും മറ്റുമൊക്കെ ശല്യക്കാരായി ഫിത്നകൾ ഉണ്ടാകുന്ന കാലത്ത് അവർ മറക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ പറഞ്ഞ രണ്ട് അഭിപ്രായം. അത് ഒന്ന് വാജിബാണ്, എല്ലാ കാലത്തും വാജിബാണ്. രണ്ട് മുസ്തഹബാണ്, പക്ഷേ ഫിത്നകൾ ഉണ്ടാകുന്ന കാലത്ത് മുഖം മറക്കണം എന്ന് പറഞ്ഞ് ഈ രണ്ട് അഭിപ്രായം. മൂന്നാമത്, ഇത് മറക്കേണ്ടതില്ല എന്നോ മറക്കൽ ഒരു പ്രാകൃതമാണെന്നോ അത് 6-ാം നൂറ്റാണ്ടിലുള്ളതാണെന്നോ പോലെയുള്ള യുക്തിവാദികളുടെ സംസാരം ഇസ്ലാമിക പണ്ഡിതന്മാർ സംസാരിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ സംസാരം സംസാരിക്കുന്നുണ്ട്. അതിനെതിരെ പച്ചയായിക്കൊണ്ട് ഈ ഖുത്ബ മിമ്പറുകൾ ഖുത്ബയിൽ ജുമാക്കുള്ള മിമ്പറുകൾ ഉപയോഗിക്കപ്പെടുക, എന്നിട്ട് ആളുകളെ വൈബേൽപ്പിക്കുക. സഹോദരൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് താടിയെ നീട്ടി വളർത്തുക എന്നുള്ളത്. എന്നിട്ട് അതിനെ പരിഹസിക്കുക, അത് ഉപേക്ഷിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ അവനവന്റെ ഗവേഷണങ്ങൾ, വ്യക്തിപരമായ ഗവേഷണങ്ങൾ കൊണ്ടുവരിക. ഒരു വിഡ്ഢി പറയുകയാണ് താടി വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്, വുളുവിന്റെ വെള്ളം മുഖത്തെത്തുകയില്ല എന്നുള്ളത്. എത്ര വലിയ വിഡ്ഢിത്തരമാണ് ഇവൻ പറയുന്നത്. ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനം പോലും അറിയില്ല, ത്വഹാറത്തിന്റെ മസലയിൽ ഒരു അടിസ്ഥാനം പോലും വ്യക്തിക്ക് അറിയില്ല. അല്ലെ, താടി സമൃദ്ധമായ ആളുകളുടെ വിധി എന്താണ്? അവർക്ക് താടി വെള്ളം ഉള്ളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല.
മുഖത്തിന്റെ അകത്തേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. അവരുടെ മുഖം എന്ന് പറയുന്നത് ഈ കാണുന്നതിന് പുറമെ താടിയുടെ ബാഹ്യമായ ഭാഗങ്ങൾ മാത്രമാണ്. പിന്നെ സുന്നത്താണ് വിരലിൽ വെള്ളം എടുത്തിട്ട് താടിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് സുന്നത്താണ്. അല്ലാതെ അകത്തേക്ക് എത്തിക്കൽ എന്നുള്ളത് കട്ടിയുള്ള താടിയുള്ള ആളുകൾക്ക് ബാധ്യതയില്ല. നേരിയ താടിയുള്ള ആളുകൾക്ക് മാത്രമേ മുഖം കഴുകേണ്ടതുള്ളൂ. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന ഭാഗം കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കഴുകൽ, ഉള്ളിലെത്തിക്കൽ നിർബന്ധമില്ല. അവർക്ക് ബാഹ്യമായിട്ട് ഇങ്ങനെ കഴുകിയാൽ മതി. എന്നിട്ട് ഈ വിഡ്ഢി സ്വന്തമായി ഗവേഷണം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പരിഹസിക്കുന്നത് തുല്യമല്ല അത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൃദ്ധമായ താടി വളർത്തുന്നതാണ് പറഞ്ഞത്, വഫിറുൽ ലിഹാ എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ സഹാബികൾ എല്ലാവരും തന്നെ 4 ഖുലഫാക്കളുടെ താടികളൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും സമൃദ്ധമായ താടിയാണ്. അപ്പൊ അവരുടെ ഒന്നും വുളു ശരിയായിട്ടില്ല എന്നാണോ ഈ വിഡ്ഢി പറയുന്നത്? ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ. അവനവന്റെ ഗവേഷണങ്ങളാണ്, അവനവന്റെ ഗവേഷണങ്ങൾ പറഞ്ഞിട്ട് ഈ സുന്നത്തിനുള്ള വെറുപ്പാണ് ഇത്തരം ഗവേഷണങ്ങളിലേക്കും ഇത്തരം പ്രസ്താവനകളിലേക്കും ആളുകൾ എത്തിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അതിനോടൊരു വെറുപ്പ്, ഉള്ളിലൊരു വെറുപ്പ്, താടിയുള്ള ആളുകൾ കാണുമ്പോൾ ഒരു വെറുപ്പ്, സ്ത്രീകൾ ഹിജാബ് ഇട്ട് ധരിച്ചു പോകുന്നത് കണ്ടാൽ ഒരു വെറുപ്പ്, നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിച്ച വേറൊരു ടീമിന് വെറുപ്പ്. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കണം. ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ രക്ഷകരായിട്ടൊക്കെ ഇസ്ലാമിന് വേണ്ടി പോരാട്ടങ്ങളൊക്കെ നയിക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് സുന്നത്തിനുള്ള അവസ്ഥയാണിത്. പിന്നെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന് ഇസ്സത്ത് നൽകുക? ഈ ദീനിന് ഇസ്സത്ത് ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളെ അവർ തൗഹീദിൽ അടിയുറച്ചു നിൽക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സാക്ഷാത്കരിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന് ഇസ്സത്ത് നൽകുന്നത്, മറ്റുള്ള ആദർശങ്ങൾക്ക് മേൽക്കോയ്മ നൽകുന്നത്. അതല്ലാതെ അവരുടെ ആദർശങ്ങളും അവരുടെ ആചാരങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ദീനിൽ ഇസ്ലാമിനെ വെട്ടിമുറിച്ച് കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഓരോ കോലത്തിലും ഓരോ ദേശത്ത് ഓരോ കോലത്തിലും ആക്കിയിട്ട് ദീനിൽ ഇസ്ലാമിനെ കാലാകാലം നമ്മൾ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇസ്സത്ത് അല്ല ലഭിക്കുക, സില്ലത്താണ് ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലൻ തർള അൻകൽ യഹൂദു വന്നസാറ ഹത്താ തത്തബിഉ മില്ലതഹും. യഹൂദ നസ്രാണികൾ നിങ്ങളെ തൃപ്തിപ്പെടുകയില്ല. ഹത്താ തത്തബിഉ മില്ലതഹും, അവരുടെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റണം. നിങ്ങൾ യഹൂദികളെ പോലെ നല്ല കോലൊക്കെ ആക്കി നല്ല കോട്ട് സൂട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ യഹൂദികളെ പോലെ സംസാരിച്ച് അവരെ പോലെ നിങ്ങൾ അങ്ങനെ പല കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയാൽ അവർ നിങ്ങളെ തൃപ്തിപ്പെടുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. അവരെ തൃപ്തിയും അവരെ മുന്നിൽ വലിയ ആളാവാനൊക്കെ ആണല്ലോ പല ഇസ്ലാമിന്റെ കോലങ്ങളൊക്കെ മാറ്റിപ്പിടിച്ച് പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അല്ലാഹു തആല പറയാണ്, വലൻ തർള അൻകൽ യഹൂദു വന്നസാറ, യഹൂദ നസ്രാനികൾ തൃപ്തിപ്പെടുകയില്ല. ഹത്താ തത്തബിഉ മില്ലതഹു, നീ യഹൂദിയായി നസ്രാനിയായി എന്ന് പ്രഖ്യാപിച്ച് ഈ ദീൻ ഉപേക്ഷിച്ച് മുർത്തദായി മാറണം, അപ്പോൾ തൃപ്തിപ്പെടും. അതല്ലാതെ നീ ഇസ്ലാമിന്റെ അകത്ത് നിന്നിട്ട് കുറെ മുസ്ലിമീങ്ങളുടെ സുന്നത്തിനെ കുറിച്ച് മുസ്ലിമീങ്ങളുടെ ഒരുപാട് ആചാരങ്ങളെ കുറിച്ച് നീ ഇങ്ങനെ വിമർശിച്ചിട്ട് വലിയ പുരോഗമനവാദിയായി കഴിഞ്ഞാൽ അപ്പുറത്ത് നിന്ന ആളുകളൊക്കെ നിന്നെ ഭയങ്കര കൈകൊട്ടി നിന്നെ അങ്ങ് സ്വീകരിക്കും എന്ന് നീ വിചാരിക്കേണ്ടതില്ല. അതാണ് പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം വേദികളൊക്കെ കിട്ടിയാൽ അവൻ വലിയ പുരോഗമനവാദിയാണ്, അവൻ അങ്ങനെ യാഥാസ്ഥികനൊന്നുമല്ല, ഞാനൊരു ഓർത്തഡോക്സ് അല്ല, ഞാനങ്ങനെ പുരോഗമനമായി ചിന്തിക്കുന്ന വ്യക്തിയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി ഇസ്ലാമിൽ അങ്ങനെയില്ല, ഇസ്ലാമിൽ ഇങ്ങനെയില്ല, അങ്ങനെയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇവന്റെ തലയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങൾ, എത്ര ഗൗരവമുള്ള കാര്യമാണ് ചെയ്യുന്നത്. ദീനുൽ ഇസ്ലാമിനോട് ചെയ്യുന്ന വലിയ അബദ്ധമാണ്, ദീനുൽ ഇസ്ലാമിനോട് ചെയ്യുന്ന വലിയ അബദ്ധമാണ്, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ് എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തിൽ നോക്കുക. ഒരിക്കൽ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയുടെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരം കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യഅ്മിദു അഹദുകും ഇലാ ജംറത്തിൻ മിനൻ നാരി ഫയജ്അലുഹാ ഫീ യദി, നിങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നരകത്തിലുള്ള ഒരു തീക്കട്ട എടുത്ത് കൈയിൽ അണിയുകയാണോ? സ്വർണ്ണമോതിരമാണ് എറിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെടുത്തുകൊണ്ട് എറിയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ മറ്റു സഹാബികൾ ചോദിച്ചു, അത് കയ്യിൽ ധരിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് എറിയാൻ പറഞ്ഞത്, അതുകൊണ്ട് അത് തിരിച്ചെടുത്തൂടെ, മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചൂടെ, മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചൂടെ എന്ന് പറഞ്ഞു. ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തെറിഞ്ഞ കാര്യം അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറാവുന്നില്ല. റസൂൽ എറിഞ്ഞ കാര്യം എനിക്ക് വേണ്ട എന്ന് സ്വഹാബി തീരുമാനിക്കുകയാണ്. അത് അയാൾക്ക് അനുവദനീയമാകുമായിരുന്നു, അതെടുത്ത് മറ്റു പല കാര്യത്തിൽ ഉപയോഗിക്കാം. പക്ഷേ റസൂലുള്ള ഈ വിഷയത്തിൽ, സ്വർണത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെയാണ് കൽപ്പന പറഞ്ഞതെങ്കിൽ അവിടെ അങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല എന്ന് സഹോദരങ്ങളെ സ്വഹാബികൾ പറയാൻ. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞ ഒരു വാചകം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അഹ്ലുസുന്ന യമൂതൂന വയഹിയ ദിക്റുഹും, അഹ്ലുസുന്ന സുന്നത്തിന്റെ ആളുകൾ അവർ മരിക്കുകയും അവരുടെ സ്മരണകൾ ജീവിക്കുകയും ചെയ്യും. വഅഹ്ലുൽ ബിദ്അ യമൂതൂന വയമൂതു ദിക്റുഹും, എന്നാൽ ബിദ്അത്തിന്റെ ആളുകൾ അവർ മരിക്കുകയും മരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സ്മരണകൾ ഇല്ലാതായി തീരുകയും ചെയ്യും. ലിഅന്ന അഹ്ല സുന്ന
കാരണം അഹ്ലു സുന്ന എന്ന് പറയുന്നത് അഹ്യു മാ ജാഅ ബിഹി അർ-റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യത്തെ ജീവിപ്പിക്കുന്നവരാണ് അവർ. ഫകാന ലഹും നസീബു മിൻ ഖൗലിഹി വറഫഅനാ ലക ദിക്റ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഈ വാക്കിന്റെ ഒരു ഓഹരിയുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാക്ക്? വറഫഅനാ ലക ദിക്റ. നബിയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, താങ്കളുടെ ദിക്ർ നാം ഇതാ ഉയർത്തിയിരിക്കുന്നു. ആലോചിച്ച് നോക്ക്, അള്ളാഹിന്റെ വാക്ക് പുലർന്ന് നമ്മൾ കാണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് മുഹമ്മദിനെ അറിയുന്ന ആളുകൾ ആരുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത്? അല്ലെ, ചെറിയ മക്കത്തുള്ള ആളുകൾ അവരെന്നെ പരിഹസിക്കുന്നു, ഒട്ടകപ്പുറത്തിന്റെ കൊടൽമാലൊക്കെ കൊണ്ടുവന്ന് കഴുത്തിലിടുന്നു, പ്രയാസപ്പെടുത്തുന്നു, ഉപദ്രവിക്കുന്നു, വഴിയിലൊക്കെ മുള്ളിടുന്നു, അങ്ങനെ പല രൂപത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്ന മുഹമ്മദ്. എന്നാൽ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാത്ത ആരുമില്ല. വറഫഅനാ ലക ദിക്റക്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകളുടെ സ്മരണ അല്ലാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും എടുത്തുകയില്ല. ചിന്തിച്ചു നോക്കി, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഏത് കാലഘട്ടത്തിൽ ജീവിച്ചതാണ്? 600-700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചൊരു മനുഷ്യൻ ഇന്നും ആളുകൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു, മനസ്സിലായിക്കൊണ്ടേയിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾ 2-ാം നൂറ്റാണ്ടിൽ ഹിജ്റ 1-ലും ഹിജ്റ 2-ലും ഹിജ്റ 3-ലൊക്കെ ജീവിച്ച അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ അല്ലാഹു സുബ്ഹാനഹു വതആല ദിക്ർ ഉയർത്തിയിരിക്കുന്നു, ആളുകൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ എത്ര കണ്ട് ബിദ്അത്തുകാരുണ്ടായിരുന്നു, സുന്നത്തിനേക്കാൾ കൂടുതൽ ബിദ്അത്തുകാർ ആ കാലഘട്ടത്തിലേക്ക് ഉണ്ടായിരുന്നു. അവരുടെ സ്മരണ ഇല്ലാതായി പോയിരിക്കുന്നു, കാരണം അവർ ബിദ്അത്തിന്റെ ആളുകളാണ്. എന്നാൽ അഹ്ലുൽ ബിദ്അ ശനഉ മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ പുത്തനാശയക്കാർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിന്റെ കാര്യത്തിൽ അവർക്ക് എന്തുണ്ടായിട്ടുണ്ട്? വെറുപ്പുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഫകാന ലഹും നസീബു മിൻ ഖൗലിഹി ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തീർച്ചയായും താങ്കളോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവർ തന്നെയാണ് വാലറ്റവർ എന്നതിന്റെ ഓഹരി അവർക്കുണ്ട്. അത് ബിദ്അത്തുകാരുടെ സ്മരണ മരിച്ചുപോകും, അവരെക്കുറിച്ച് ദുനിയാവിലോ ആഖിറത്തിലോ ഒരു ഉപകാരവും അവർക്ക് ലഭിക്കുകയില്ല. എന്നാൽ അഹ്ലുസുന്ന മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ദിക്ർ ഉയർത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തൗഹീദും സുന്നത്തും നമ്മൾ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കുക. എങ്കിൽ ഇരു ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖൈർ നൽകുന്നതാണ്. ദുനിയാവിൽ ഇസ്സത്തും നിർഭയത്വവും എല്ലാം നൽകുന്നത് തൗഹീദും സുന്നത്തും മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമാണ് എന്ന് തിരിച്ചറിയുക. ഇത് ഒരു സൂചകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. തൗഹീദിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. കിതാബ് തൗഹീദ് എന്ന മഹത്തരമായ ഗ്രന്ഥം സഹോദരങ്ങളെ, ഈ തൗഹീദുൽ ഉലൂഹിയ പഠിക്കാൻ നമുക്ക് ഏറെ ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത് ഇതുവരേക്കും പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വസിയത്ത് ചെയ്യുകയാണ് ആ ഗ്രന്ഥം പഠിക്കുക. 66-67 അധ്യായങ്ങളുള്ള ഈ ഗ്രന്ഥത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ദർസുകൾ നമ്മൾ കേൾക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളെ കുറിച്ച് പഠിക്കാൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അൽ അഖീദത്തുൽ വാസിതിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. മഹത്തരമായ ഗ്രന്ഥമാണ്. തൗഹീദിന്റെ ആളുകളാണ് എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഇത്തരം ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴാണ് എത്രമാത്രം തൗഹീദിന്റെ വിഷയത്തിൽ നമുക്ക് അറിവില്ലായ്മയുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അത് നിർബന്ധമായി നികത്തപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ സുന്നത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യജീവിതത്തിലുള്ള സുന്നത്തുകളെ കുറിച്ചും നമുക്ക് വ്യക്തമായ അറിവുണ്ടാകണം. അതിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിച്ചിരിക്കണം. അതിനുള്ളൊരു നിർദ്ദേശങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്തിനുള്ളിൽ പറയാൻ പരിശ്രമിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ കുറവുകൾ അല്ലാഹു പരിഹരിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ അറിവും അതനുസരിച്ചുള്ള അമലും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.